ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ പതിവ് പോലെ വാരാവസാനം വീണ്ടും ദൈവസന്നിധി കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ച തന്നെ പറഞ്ഞ് മുൻപോട്ട് പോകണമെന്നൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ആശിച്ചത്. പക്ഷേ അതിനു പകരം കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ചില കാര്യങ്ങൾ വാർത്തകളിൽ വന്നു, ന്യൂസിൽ വന്നു. ആ വന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് മുൻപോട്ട് പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിന് മുൻപുള്ള ആഴ്ചയിലെ കാര്യങ്ങളിലേക്കാണ് കടന്നു പോകേണ്ടത്. എന്നാൽ അതിനു മുമ്പ് പതിവായി നമ്മൾ വായിക്കാറുള്ളൊരു വേദഭാഗമുണ്ട്. കർത്താവിൻ്റെ അപ്പസ്തോലൻ വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞതുപോലെ നാം അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിന്ന്. എത്രയോ ആവർത്തി നമ്മളിത് പറയുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തൊരു കാര്യമാണ്. അതായത് അധർമ്മത്തിൻ്റെ മർമ്മം പെരുകുന്നുണ്ട്. എല്ലായിടത്തും അധർമ്മത്തിൻ്റെ വ്യാപാരമുണ്ട്. സെക്യുലർ വേൾഡിലേക്ക് നോക്കിയാൽ, സ്പിരിച്വൽ വേൾഡിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും ഈ അധർമ്മത്തിൻ്റെ വ്യാപാരമുണ്ട്. ഒരു നിലയിൽ അല്ലെങ്കിൽ പല നിലയിൽ ദൈവവചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും അവിടങ്ങളിൽ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ പങ്ക് ആളുകളും ഗൗരവമായ പല കാര്യങ്ങളും തിരിച്ചറിയുന്നില്ല. പല വിഷയത്തിൻ്റെയും ഒരു ഡെപ്ത് പലർക്കും പിടികിട്ടുന്നില്ല. നമ്മൾ ഈ വാക്യം വായിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ ഈ രക്ഷാഭദ്രതയുമായി ബന്ധപ്പെട്ട്, അതുപോലെ കാൽവിനിസവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉള്ള പല പഠിപ്പീരുകളും, അതുപോലെ ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കാറ്റ്, ആ കാറ്റെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാറ്റാണെന്നും അത് ഭയങ്കരമായി ജനത്തെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനയുടെ കാറ്റാണെന്നും ഒക്കെ പറയാനിടയായി. അത്തരത്തിലുള്ള പഠിപ്പീരുകളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഈ മെസ്സേജുകൾക്കെല്ലാം നമ്മളൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ആ തലക്കെട്ട് എന്ന് പറയുന്നത് വഞ്ചകരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തലക്കെട്ട് വഞ്ചകരെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അതൊക്കെയായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വചനം വളച്ചൊടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തനിമയിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവ് ഏത് ഉദ്ദേശത്തിൽ എഴുതി വെച്ചോ അതിന് വിരുദ്ധമായി ആ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ജനത്തിൻ്റെ വിരുദ് തെറ്റും. അങ്ങനെ വിരുദ് തെറ്റിപ്പോകാൻ ഇടവരുമെന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയാറുണ്ട്. പല കാര്യങ്ങളും മുന്നമേ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു വിഷയം. ഏതാണ്ട് അതിനോടൊക്കെ തുല്യമായ നിലയിൽ, ഇതിനോട് അടുത്ത് നിൽക്കുന്ന നിലയിലുള്ളൊരു കാര്യമാണിത്. വഞ്ചനകളുടെ ഒരു പ്രത്യേകത എന്താ? പെട്ടെന്ന് തിരിച്ചറിയില്ല, പെട്ടെന്ന് മനസ്സിലാകില്ല. അത് നമ്മളെ കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് സംഭവം പാളിപ്പോയില്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ വചനത്തെ വളച്ചൊടിക്കുന്നതായ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പലരും മനസ്സിലാക്കാതെ പലവിധമായ കുഴികളിലൊക്കെ വീണിട്ടുണ്ട്. അത് ചരിത്രമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൺഡേയിലുള്ള മീറ്റിങ്ങിലും ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പം ഈ പറയുന്ന നിലയിലുള്ള പല ഉപദേശിമാരും പലതരക്കാരുമായ ആളുകളൊക്കെ ആ സമയങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിച്ചതും തെറ്റായ പ്രവണതകളും ഒക്കെ നമ്മളവിടെ പറയാനിടയായി. അങ്ങനെ നമ്മൾ ചിന്തിച്ച് ആ മെസ്സേജൊക്കെ യൂട്യൂബിൽ വന്നപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ധാരാളം കമൻസ് ഒക്കെ വന്നു. ചില കമൻസൊക്കെ വിചിത്രമായ നിലയിലാണ് വന്നത്. കഴിഞ്ഞ സൺഡേയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വന്ന ചില കമൻറ്റുകളിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, ചില വാക്കുകൾ അതുമൊക്കെ കണ്ടു. അപ്പോൾ അതിനൊക്കെ ചില പ്രിയപ്പെട്ടവർ മറുപടിയും കൊടുത്തു. ഇവിടെ കുറേ ആഴ്ചകളായി നമ്മൾ പറഞ്ഞു, വഞ്ചനയുടെ ഒരു ലോകമാണ്, വഞ്ചകരെ സൂക്ഷിക്കണം, വചനം വളച്ചൊടിക്കുന്ന രീതികൾ, തെറ്റായ കാര്യങ്ങൾ, അങ്ങനെ നവപ്രവണതകൾ ധാരാളം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ലിബറൽ ആശയങ്ങൾ വരുന്നുണ്ട്. ആത്മീയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് 500-ൻ്റെ നോട്ട് അസൽ 500-ൻ്റെ നോട്ട് എന്നുള്ള നിലയിൽ തന്നെ ശിവകാശിക്കാരനെ അടിച്ച് പുറത്തേക്ക് വിടുന്നു. സാമാന്യ ജനത്തിനത് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കുത്തും കോമയൊന്നും അവർ ശ്രദ്ധിക്കാതെ അവരെല്ലാം മേടിച്ച് പോക്കറ്റിൽ വെക്കുന്നു, ഒറിജിനലാണെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ ഈ കമൻസൊക്കെ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിനകത്തൊക്കെ ചില പ്രിയപ്പെട്ടവർ സിവിലും ക്രിമിനലുമായിട്ടൊക്കെ കേസ് കൊടുക്കുമെന്നും, പിന്നെ സൈബർ പോലീസിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് കമൻസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനൊരു സഹോദരൻ കൊടുത്ത മറുപടി കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എത്ര കൃത്യമായ മറുപടിയാണ് കൊടുത്തതെന്നറിയാവോ?
വഞ്ചനയുടെ ലോകത്തെ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം കാച്ചി കുറുക്കിയ ഒരു മറുപടി കൊടുത്തത്. അദ്ദേഹം തിരിച്ച് അവരോട് ചോദിച്ചേ, നിങ്ങളും നിങ്ങളുടെ ഉപദേശിയൊക്കെ ഗലാത്യലേഖനം 2:20 എടുത്തു വെച്ചിട്ട് കൂടെ ഞാനോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ജീവിക്കുന്ന ഞാനല്ല, ഞാൻ മരിച്ചെന്നേ, ഞാനങ്ങ് മരിച്ച് കിടക്കുകയാണ്, ഞാൻ പെട്ടിക്കകത്ത് കിടക്കുകയാണ്, ഇനി എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിച്ചിരുന്ന പാർട്ടികളല്ലേ? നിങ്ങളാണോ സിവിലായിട്ടും ക്രിമിനലായിട്ടും കേസ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങളാണോ ഈ ഉപദേശിയെ സൈബർ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ ഈ സഹോദരൻ ചോദിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചിന്തിക്കുന്ന മനുഷ്യർ ഈ ഉലകത്തിലുണ്ടെന്നേ, ചിന്തിക്കുന്ന മനുഷ്യർ. ഞാൻ എന്തുദ്ദേശത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ആ കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. അതായത് വാസ്തവമായി കർത്താവ് തൻ്റെ വേലയ്ക്ക് വിളിച്ചിട്ടുള്ള ഒരു ദൈവവൃത്തനാണെങ്കിൽ അദ്ദേഹം മറ്റൊരുത്തിനെതിരായിട്ടൊന്നൊരു കേസ് കൊടുക്കാൻ, അതായത് തന്നെ ദ്രോഹിച്ചെങ്കിൽ, തന്നെ അപമാനിച്ചെങ്കിൽ, തന്നെ നിന്ദിച്ചെങ്കിൽ തന്നെയും ഒരിക്കലും അങ്ങനെയുള്ളൊരു കാര്യത്തിന് പോകില്ല, തുനിയില്ല. അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ തുനിയുകയും ചെയ്യുന്നവൻ ഗലാത്യലേഖനം 2:20 പിന്നെ വേറെ പല ലേഖനങ്ങളും 2:20, 40, 90 എടുത്ത് വെച്ച് പ്രസംഗിക്കുമ്പോഴാണ് വഞ്ചന എന്താണെന്ന് തിരിച്ചറിയേണ്ടത്. അതായത് ഈ മലയാളക്കരയിൽ എത്രയോ ഭക്തന്മാരായ ദൈവദാസന്മാർ, അതുപോലെ ദൈവമക്കളുമൊക്കെ അവരുടെ ജീവിതത്തിൽ നീതിയും ന്യായവും ഹനിക്കപ്പെട്ടപ്പോൾ അവർക്ക് ലഭിക്കേണ്ടതായ ആ നീതിയൊക്കെ അവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ പോലും അവർ തലകുനിച്ച് ഇടതുവശം ചേർന്ന് പോയ ചരിത്രമേ ഉള്ളൂ. ഒരാൾ കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, കുമ്പനാടൊക്കെ ടൺ കണക്കിന് കേസല്ലേ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, അതിനിപ്പോൾ നമുക്ക് തന്നെ അവിടെ ടണ്ണോ എത്ര ലോറിയെ കയറ്റാനുള്ള കേസും അവിടെ നടന്നോട്ടെ. ഞാൻ ദൈവമക്കളെയും ദൈവദാസന്മാരുടെയും കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ഭക്തന്മാരുടെ കാര്യമേ പറഞ്ഞുള്ളൂ, വിശുദ്ധന്മാരുടെ കാര്യമേ പറഞ്ഞുള്ളൂ. വിശുദ്ധന്മാർക്ക് അതെല്ലാം അനുചിതമാണ്. വിശേഷാൽ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ജാതികളുടെ ഇടയിലാണോ കാര്യം തീർപ്പാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും സഭകളോ ഏതെങ്കിലും ദൈവദാസന്മാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരൊന്നും ദൈവത്തെ ഭയപ്പെടുന്നില്ല. ഇത് പറയുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അന്യായം നടക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. നീതി ലഭിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം പട്ടണത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയൊക്കെ കുലുങ്ങിപ്പോയി. അതിൻ്റെ മുൻപിലൂടെ പാസ്റ്റർമാർ ഇൻകുലാബ് സിന്ദാബാദ്, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവിടെ മുദ്രാവാക്യം വിളിച്ചു പോവുക. അപ്പോൾ അവരൊക്കെ ദൈവദാസന്മാരാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെയൊന്നും ദൈവദാസൻ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്ന ആളല്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ശുശ്രൂഷയൊക്കെ ആദ്യമായിട്ട് കൈകാര്യം ചെയ്ത് നമ്മളാരുമല്ലല്ലോ. നമ്മുടെ മുമ്പിൽ മാതൃകയില്ലേ, അപ്പോസ്തലന്മാരില്ലേ, അവർക്ക് ന്യായം ലഭിച്ചോ, അവർക്ക് നീതി ലഭിച്ചോ? റോമൻ വാളുകളല്ലേ അവരുടെ കഴുത്തിലൂടെ കടന്നുപോയത്. അവർ യെരുശലേമിൻ്റെ തെരുവിലൂടെ സഞ്ചരിച്ച സമയത്തൊക്കെ മതാധിപതികളും ഭരണാധികാരികളും ഒക്കെ അവരെ പീഡിപ്പിച്ചു. അവർക്ക് റോമൻ പീനൽ കോഡിലെ സെക്ഷൻ 25 വെച്ചുള്ള ന്യായവും ഒന്നും അവർക്ക് ലഭിച്ചില്ല. സ്വതന്ത്രമായ സ്പീച്ച് ഇല്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കർത്താവ് വാസ്തവമായും ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് തൻ്റെ ആട്ടിൻകൂട്ടത്തെ അയച്ചത്. ചെന്നായുടെ സ്വഭാവം ചരിത്രത്തിൽ മാറിയതായിട്ട് നമുക്കാർക്കും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചെന്നായിയുടെ ക്യാരക്ടർ മാറിയെന്നും പുള്ളി ഇപ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല, പുള്ളി ഇപ്പോൾ പുല്ലും പഴമൊക്കെയാണ് തിന്നുന്നതെന്ന് അങ്ങനെയുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. ചെന്നായി ആദിയോടന്തം അതിൻ്റെ നേച്ചർ കാണിക്കും. കാഹളം ധനിക്കുന്നത് വരെ ചെന്നായി തന്നെയായിരിക്കും. ഈ പുസ്തകം തന്നെ നമ്മളോട് പറയല്ലേ, പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയൊക്കെ മാറ്റാൻ പറ്റുമെന്ന്. പുള്ളിപ്പുലിയുടെ പുള്ളിയൊന്നും മാറ്റി കളയാൻ പറ്റില്ല. ചെന്നായി തന്നെയായിരിക്കും. അപ്പം നമ്മൾ വേണേൽ രാജിവെച്ച് പോവുക. കർത്താവിനോട് നേരത്തെ ഒരു ആപ്ലിക്കേഷനോ കൊടുത്തിട്ട് പറയുക, കർത്താവ് ഇവിടെ മുഴുവൻ ചെന്നായ്ക്കളാണ്, ഞങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് സെക്ഷൻ 25 അനുസരിച്ചുള്ള ഫ്രീ സ്പീച്ച് കിട്ടുന്നില്ല, ആ കാരണത്താൽ ഞങ്ങളെ തിരിച്ചു വിളിക്കണമെന്ന് നമുക്ക് പറയാം. നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, കർത്താവ് ഞങ്ങളെ തിരിച്ചു വിളിക്കൂ. അല്ലാതെ ചെന്നായ്ക്കളെ മുഴുവൻ ഇവിടെ എടുത്ത് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറി ചെയ്തേനെ. കൈസറയൊക്കെ പുകച്ചു കളഞ്ഞേനെ. റോമൻ പട്ടാളക്കാരെയും അവരുടെ ഭരണാധികാരികളെയൊക്കെ ഏറി കയറ്റിയേനെ. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അവരവരുടെ അധികാരത്തിലും കാര്യങ്ങളിലും ഇരിക്കുമ്പോൾ അതിൻ്റെ നടുവിലാണ് സഹിഷ്ണുതയുള്ള ഒരു കൂട്ടം ജനം നടന്നത്. അവരെയാണ് ക്രിസ്തു ശിഷ്യരെന്ന് വിളിക്കുന്നത്. ക്രിസ്തു ശിഷ്യർ, ഡിസൈപ്പിൾസ്, അവരാണ് ക്രിസ്തു ശിഷ്യർ. അവരെ നോക്കിയാണ് ലോകം വിളിച്ചത്, ഓ യെസ്, ഇവരാണ് ക്രിസ്ത്യാനികളെന്ന്. ശിഷ്യന്മാരെ നോക്കിയാണ് പറഞ്ഞത് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞത്. അത് ഈ തലമുറയിൽ നമ്മളെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ
ഈ പറയപ്പെട്ട നിലയിൽ നമ്മൾ പോലീസും പട്ടാളവും കേസ് സിവിലും ക്രിമിനലും ഒന്നുമില്ല. നമുക്ക് സൈബർ പോലീസ് ഒന്നും ഇല്ലെന്നേ. സൈബർ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും ഇടിപ്പിക്കാനും തൊഴിപ്പിക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ക്രിസ്തു നിമിത്തമുള്ള നിന്ദകൾ അലങ്കാരമായിട്ടാണ് എടുക്കുന്നത്. ക്രിസ്തു നിമിത്തം മറ്റുള്ളവർ നമ്മളെ പഴിക്കുകയോ ദുഷിക്കുകയോ അപവാദം പറയുകയോ ഒക്കെ ചെയ്താലും നമ്മളത് എങ്ങനെയാണ് എടുക്കുന്നത്? യെസ്, ദൈവം അറിയാതെ ഒരു തലമുടി നാര് കൊഴിയുന്നില്ലല്ലോ. നമ്മുടെ കർത്താവ് അനുവദിക്കാതെ നമുക്കെതിരെ ആർക്കും ഒരക്ഷരം പറയാൻ കഴിയില്ല. കർത്താവ് അനുവദിക്കണം. അപ്പോൾ കർത്താവ് അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മാവിൽ അസ്വസ്ഥതയിലേക്ക് വരും. ആ കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ മുഖവരയിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലേ. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ നിർണയത്തിലുള്ള കാര്യങ്ങളുണ്ട്. സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ നിർണയത്തിലുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ മത്തായി 24 വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അത് ദൈവത്തിൻ്റെ നിർണയത്തിലുള്ള കാര്യങ്ങളാണ്. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പിന്നെ എന്താ മാറാവ്യാധികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിവിധങ്ങളായ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ചരിത്രത്തിൽ അത് വർദ്ധിച്ചു വരും. കാഹളം ധ്വനിക്കുന്ന സമയമാകും തോറും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർദ്ധിച്ചു വരും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട്, മനുഷ്യത്വം ഉള്ളതുകൊണ്ട് നമുക്ക് വേദനയുണ്ട്, പലതും കാണുമ്പോൾ സങ്കടമൊക്കെയുണ്ട്, ദുഃഖമൊക്കെയുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചേ തീരൂ. അതെല്ലാം സംഭവിച്ചേ തീരൂ. എല്ലാത്തിൻ്റെയും ഒടുക്കം കാര്യങ്ങൾ അങ്ങനെ തന്നെ പരിണമിച്ചു വരണം. നോക്കുക, യഹൂദൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയും മറു സൈഡിൽ അവരെതിർക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും, രണ്ട് കമ്മ്യൂണിറ്റിയാണ്. ഈ രണ്ട് കൂട്ടരും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരല്ല. മീൻസ് സമാധാന പ്രഭുവിനെ അംഗീകരിക്കുന്നവരല്ല അവർ രണ്ടു കൂട്ടരും. അതുകൊണ്ട് അവർ രണ്ടു കൂട്ടരും തമ്മിലടിച്ച് ചോര വീഴുന്നു. അതിനൊരു അറുതി വേണ്ടെന്ന് ചോദിച്ചാൽ അറുതി ഉണ്ട്. സമാധാന പ്രഭുവിൻ്റെ കാല് ഒലിവുമലയിൽ ചവിട്ടണം. അതുവരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടും, വർദ്ധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ എന്നു വേണ്ട എല്ലാം വർദ്ധിക്കുകയല്ലാതെ കുറയില്ല. സൗരങ്ങളെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം വർദ്ധിക്കും. നിങ്ങളൊരു 10 വർഷം മുമ്പ് കേട്ടിരുന്നോ കൊറോണ കോവിഡെന്നോ? ഡേവിഡെന്ന് കേട്ടിട്ടുണ്ടാവും. കോവിഡെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ ഈ 2020 നമ്മൾ കേട്ടത്. നമ്മൾ വിചാരിച്ചൊരു മൂക്കിപ്പനി പോലെ ഏതോട്ടൊരു സാധനമാണ്, 1-2 രോമമൊക്കെ കൊഴിഞ്ഞു പോവും, അത്ര നമ്മൾ വിചാരിച്ചത്. പക്ഷെ രോമമൊന്നുമല്ല കൊഴിഞ്ഞത് മൊത്തം കൊഴിഞ്ഞു. ആൾ തന്നെ കൊഴിഞ്ഞു പോയി. ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങളാണ് ചത്തുപോയത്, അല്ലേ മരിച്ചുപോയി. നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചതാണോ അത്? പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുമോ? പ്രാർത്ഥിച്ചാലൊന്നും മാറുന്ന കാര്യമല്ല. അത് ചരിത്രത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, പ്രവചനമാണ്, എഴുതി വച്ചിരിക്കുകയാണ് സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വിശുദ്ധന്മാരെന്ത് ചെയ്യണം? ഇതെല്ലാം അലേർട്ടിന് വേണ്ടിയാണ് നമ്മൾക്ക് ഇതൊക്കെ തരുന്നത്, അല്ലേ? ഇതെല്ലാം ഒരു അലേർട്ട് എന്നുള്ള നിലയിലാണ് നമ്മുടെ കൺമുമ്പിൽ ഇതൊക്കെ ദൈവം അനുവദിക്കുന്നത്. ഞാൻ മുന്നമേ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ അന്ന് സൂചിപ്പിച്ചൊരു വാക്കുണ്ട് കേട്ടോ. ഒരു വാക്ക് നിങ്ങളിൽ വലിയ പങ്കും മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. എന്തെന്ന് ചോദിച്ചാൽ 1947 വരെ ജീവിച്ച വിശുദ്ധന്മാർ, ഭക്തന്മാരായവർ, അവരൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം 1948 സംഭവിച്ചു. 1947 വരെ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന്. എന്നാൽ 1948 മെയ് മാസം തീയതി ഒരു രാഷ്ട്രം സ്ഥാപിതമായി. ആ രാഷ്ട്രം സ്ഥാപിതമാകുന്നതിൻ്റെ തലേ ദിവസം വരെ അങ്ങനെ ഒരു ചിന്ത സാധാരണ മനുഷ്യർക്കില്ലല്ലോ. എല്ലാവരും അറിയില്ല എന്നൊക്കെ ചോദിച്ചാൽ അന്ന് ഇൻ്റർനെറ്റ് വല്ലതും ഉണ്ടോ സഹോദരങ്ങളെ? അന്ന് ആകെയുള്ളത് കമ്പിയില്ല കമ്പി ആയിരിക്കും. കമ്പിയില്ല കമ്പി തന്നെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കമ്പിയില്ല കമ്പി എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇതിന് വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അന്ന് ഈ പറഞ്ഞ സംഭവമൊന്നുമില്ല. ലോകം മുഴുവനും എല്ലാ കാര്യങ്ങളും അറിയുന്നൊന്നുമില്ല. എല്ലാം അറിയണമെങ്കിൽ പോസ്റ്റ് കാർഡ് അയച്ചു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് കിട്ടുന്നത്. പിന്നെ ഇസ്രായേലിൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെ കേരളത്തിലിരിക്കുന്നവരെങ്ങനെ അറിയാനാ? അതൊക്കെ അറിഞ്ഞും പിടിച്ചും വരുമ്പോഴത്തേക്കും 1 കൊല്ലം കഴിയും. അറിവുകളൊക്കെ വളരെ ശുഷ്കമായിരുന്ന ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ലോക ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ വിപ്ലവകരമായൊരു സംഭവമാണത്. അതെങ്ങനെയാണ്? യഹൂദനല്ലേ അത് വിപ്ലവം? രാജ്യമില്ലാതിരുന്ന അവർക്കൊരു രാജ്യം സ്ഥാപിച്ച് കിട്ടി എന്ന് പറയുമ്പോൾ യഹൂദനല്ലേ അതൊരു വിപ്ലവം എന്ന് കേൾക്കുന്നവർ ചിലപ്പോൾ ചിന്തിക്കാം. സഹോദരങ്ങളെ, യഹൂദനൊന്നും അല്ല വിപ്ലവം എവിടെയാണെന്നറിയാവോ? നടുക്കുന്നത് എവിടെയാണെന്നറിയാവോ? ക്രിസ്ത്യാനിറ്റിയാണ് നടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താ?
അതിൻ്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും വേഗം എന്ന് പറയാവോ? വേഗം എന്ന് പറയണം. കറക്റ്റ് ഒരു വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പറയണം. ചുമ്മാ എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ പോരാ. ഒരു അശരീരി വന്നിട്ടുണ്ട്, അത്തി തളർത്താൽ വേനലടുത്തു എന്ന് ഓർത്തുകൊള്ളണം. അത് ആരോടാ പറഞ്ഞതെന്നറിയാവോ? അത് ശിഷ്യന്മാരോട് തന്നെയാണ് പറഞ്ഞത്. അത്തി ഇതാ തളർത്തിരിക്കുന്നു. അത്തി ഇതാ തളർത്തിരിക്കുന്നു. ഉണങ്ങിപ്പോയ അത്തി ഇതാ വേര് മുളച്ച് അത് ഉണങ്ങിപ്പോയ അത്തി ഇതാ തളിർത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ 1948 മെയ് മാസം ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ ലോകത്ത് എവിടെയെല്ലാം ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അവനെല്ലാം നടുങ്ങണം. ഇതാ വേനലടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ വാതിൽക്കൽ എൻ്റെ പ്രത്യാശയായ ക്രിസ്തു, അല്ലേ, എൻ്റെ ജീവനായ ക്രിസ്തു, അല്ലെങ്കിൽ എൻ്റെ ജീവനായ ക്രിസ്തു, എൻ്റെ പ്രത്യാശയായവൻ ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഇനി വാതിലങ്ങ് തുറന്നാൽ മതി. 1948 മെയ് മാസം മുതലുള്ള ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും ചിന്തിച്ചൊരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഞാനും നിങ്ങളും ഏത് ആണ്ടിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? 1948 അത്തി തളർത്തു, മനുഷ്യപുത്രൻ വാതിൽക്കലെത്തി. നമ്മൾ 2025 വരെ എത്തി. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് യാതൊരു ചിന്തയും ആ നിലയിൽ ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി വാതിലങ്ങ് തുറന്നാൽ മതി. അത്രയ്ക്കും അടുത്ത് കാലൊച്ച കേൾക്കാം. കാലൊച്ച എത്ര പേര് കേൾക്കുന്നുണ്ട്? നമ്മൾ ഒരുമിച്ച് കൂടുന്ന എന്തിനു വേണ്ടിയാ? ഇടയ്ക്കിടയ്ക്ക് ഈ വഞ്ചനകളുടെ കാര്യമൊക്കെ പറയുന്നത് എന്തിനാന്ന് മനസ്സിലായോ? ആരും വഞ്ചിക്കപ്പെട്ട് പോകരുത്. ഈ ഭാഗ്യ പദവി, ഈ ഉന്നതമായ പദവി, ഇതിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടു പോകാൻ ഇടവരരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, അദ്ദേഹം ഇങ്ങനെ കുറേ കാലമായിട്ട് ഈ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഓപ്പണായിട്ടാണ് പാസ്റ്റർ പല കാര്യങ്ങളും മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ അങ്ങനെ ഓപ്പണായിട്ടുള്ളത് കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി, കുറച്ച് ജാഗ്രതയിലേക്ക് വരാൻ പറ്റി എന്നൊക്കെ. ചില മനുഷ്യരത് ഇഷ്ടപ്പെടുമ്പോൾ ചില മനുഷ്യർ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് അലോസരമായിരിക്കും. ചിലർക്ക് കാര്യം തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർ നേരെ തിരിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ആ നേരെ തിരിച്ച് ചിന്തിക്കുന്നവരെന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇങ്ങേർക്ക് കുറച്ചുകൂടെ ശാന്തമായി സൗമ്യമായി എങ്ങും തൊടാതെ പ്രസംഗിച്ചാൽ പോരെ? എന്തിനായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നൊക്കെ ചിന്തിക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലൊച്ച നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മളിതെല്ലാം കൂടെ കൂട്ടിമുട്ടിച്ച് ഇങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക്. 1948 മെയ് മാസം മുതൽ ചിന്തിക്കുമ്പോൾ അത്തി തളർത്തു, മറ്റ് പല വൃക്ഷങ്ങളും തളർത്തിട്ടുണ്ട് ആ സമയം മുതൽ. അങ്ങനെ തളിർക്കപ്പെട്ട സമയത്ത് വേനൽ അടുത്ത് നിൽക്കുകയാണ്. മനുഷ്യപുത്രൻ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഈ 2025 വരുമ്പോഴത്തേക്കും ആ കാലൊച്ച അടുത്തടുത്ത് വരികയാണ്. വാതിലങ്ങ് തുറന്നാൽ മതി, ഇനി കാഹളം അങ്ങ് ധ്വനിച്ചാൽ മതി. സ്വർഗദൂതന്മാർ അതിന് സജ്ജമായി നിൽക്കുകയാണ്, കാഹളം കയ്യിലെടുക്കാൻ പാകത്തിന്. ആ സമയത്ത് ആടി തൂങ്ങി എന്തോന്ന് പ്രസംഗിക്കാനാ? എങ്ങും തൊടാതെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങും തൊടാതെ പ്രസംഗിച്ചാൽ വല്ല നോബൽ സമ്മാനം കിട്ടുമോ? എനിക്ക് വേണ്ട അങ്ങനത്തെ സമ്മാനങ്ങളൊന്നും വേണ്ടെന്നേ. വാഞ്ചനകളിൽ കുടുങ്ങരുത് ദൈവമക്കൾ. സത്യവചനം സത്യമായിട്ട് തന്നെ പ്രസംഗിക്കേണ്ടതുണ്ട്. അതിനകത്ത് വെള്ളം ചേർക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇസ്രായേലുമായി കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയായി ബന്ധപ്പെട്ട് പലവിധമായ കാര്യങ്ങൾ ഈ ആളുകൾ ഇതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാതെ എന്തെല്ലാമൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലതും ഇങ്ങനെ കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നാറുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാ? അതിനൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? പലരുടെയും ധാരണകൾ കൃത്യതയില്ലാത്ത ധാരണകളാണ്. ഉപദേശ വിഷയങ്ങളാകട്ടെ, പല കാര്യങ്ങളിലും അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറയേണ്ടതുണ്ട്. 1-2 കാര്യങ്ങൾ. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ വളരെ വേഗം തന്നെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമൻസിലൊക്കെ വന്ന കാര്യങ്ങൾക്ക് മറ്റു പലരും കൊടുത്ത മറുപടികളും ആ മറുപടികളിൽ നിന്നൊക്കെ ഞാൻ വായിച്ചെടുത്ത കാര്യങ്ങൾ അതെല്ലാമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു,
ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് പറയാനിടയായത്. അത് അല്പം പറഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാമെന്ന് ചിന്തിച്ചെങ്കിലും അതൊരു ഫുൾ മെസ്സേജ് അങ്ങനെ തന്നെ പോയി. അതായത് കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു ദൈവദാസൻ്റെ ഭാര്യ പ്രസവത്തോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞ് മരിച്ചുപോയി. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാര്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അധികം വൈറലായില്ല, അധികം ജനത്തിൻ്റെ ഇടയിൽ എത്തിയില്ലെങ്കിൽ പോലും പല ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ അങ്ങിങ്ങായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനിടയായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് സ്വാഭാവികമായി ഒത്തിരി അവരുടെ വീക്ഷണങ്ങൾ പറയുമല്ലോ. ആ വീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അതിനൊരു കൊച്ചു മറുപടി എന്നോണമാണ് ആ മെസ്സേജിലൂടെ പറയാനായിട്ട് പരിശ്രമിച്ചത്. അതായത് ദൈവിക രോഗശാന്തിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സമർപ്പണത്തിൽ നിൽക്കുന്ന മനുഷ്യർ പലയിടങ്ങളിലുണ്ട്, ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട്. അത്തരക്കാരെയെല്ലാം നിന്ദിക്കുമാറും അപമാനിക്കുമാറും ഒക്കെയുള്ള ഒരു അറ്റാക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ ഈ അറ്റാക്കുകൾ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള അറ്റാക്കുകളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ആ സബ്ജക്റ്റുകളെല്ലാം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത്. നമ്മുടെ മെസ്സേജിൻ്റെ കൺക്ലൂഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. സൗരങ്ങളെ, ആ സമർപ്പണത്തിൽ അങ്ങനെ പോകുന്ന ആൾക്കാർ അങ്ങനെ പോട്ടെ. നമ്മൾ അവരെ ഒന്നും പുച്ഛിക്കാനോ നിന്ദിക്കാനോ അപമാനിക്കാനോ പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം നമ്മുടെ മുമ്പാകെ തുറന്നു വന്ന വചനങ്ങളുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. ആസ യഹോവയെ അന്വേഷിച്ചില്ല, പകരം വൈദ്യനെ അന്വേഷിച്ചു. നിങ്ങൾക്ക് വിശദീകരിക്കാമെങ്കിൽ വിശദീകരിച്ചോ. ആസ വൈദ്യനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? അതുകൊണ്ട് യഹോവയായ ദൈവത്തിന് എന്താ ഇത്ര കോപം, അല്ലെങ്കിൽ എന്താ ഇത്ര അനിഷ്ടം എന്ന് ചോദിച്ചാൽ അത് വചനം ആഴത്തിൽ പഠിച്ചു വരുന്നവർക്കേ മനസ്സിലാകുകയുള്ളൂ, അതിൻ്റെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. അതുപോലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാനൊരു വാക്യം സൂചിപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ദീനമായി കിടന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്യട്ടെ എന്ന് യാക്കോബ് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് തൊന്തരവില്ലായിരുന്നു. പുള്ളി എന്തിനാ ഇങ്ങനെ പറയാൻ പോയി? നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ മയോ ക്ലിനിക്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ ന്യായമല്ലേ? അങ്ങനെയൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ മൂപ്പം വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ ശരീരത്തിന് രോഗമായിരിക്കുന്നു, മൂപ്പനെ വിളിച്ചു വരുത്താൻ പറയുന്നൊരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യം അത്! ശരീരത്തിൻ്റെ ചികിത്സ മൂപ്പൻ്റെ കയ്യിലാണോ? മൂപ്പം വന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും കൂടെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് 1-ാം നൂറ്റാണ്ടിൽ നടക്കും. 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറ. നമുക്കതങ്ങനെ ഉൾക്കൊള്ളാനോ ഏറ്റെടുക്കാനോ പറ്റുമോ? എളുപ്പമല്ല. അങ്ങനെ എളുപ്പമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രസംഗിച്ചത്. കുറേ പ്രായമുള്ള ദൈവദാസന്മാരുടെ എല്ലാം മുഖം എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ആ മെസ്സേജ് പറയാനുള്ള കാരണം അതാ. സമർപ്പണത്തിൽ ഒരു മനുഷ്യനെ പോലും സമർപ്പണത്തിൽ ജീവിക്കുന്ന അത്തരക്കാർ ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കാറില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പോകാറില്ലാത്ത അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിർദ്ദയം പരിജ്ഞാനമില്ലാത്തവരെന്നും മണ്ടന്മാരെന്നും കിറുക്കന്മാരെന്നും ഒക്കെയുള്ള നിലയിൽ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ, സഹോദരങ്ങളെ, അങ്ങനെയല്ല. ഈ പുസ്തകത്തിന് ഇങ്ങനെയും ഒരു സ്വരമുണ്ട്, നീ അറിയാത്തൊരു ഭാഗം ഇതിനകത്ത് ഇങ്ങനെയുണ്ട് എന്ന ഒരു ധാരണ നിങ്ങളുടെ മുമ്പിൽ തരികയെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ കൂടെ നിങ്ങളോട് പറഞ്ഞു, ഇത് കേട്ടിട്ട് നിങ്ങളാരും ഇളകരുത്, മറിയരുത്, തിരിയരുതെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പിടിച്ചേക്കുന്ന ആ കമ്പിയെന്ന് പിടി വിടുപോലും വേണ്ട. നിങ്ങൾ ചീട്ടെടുത്ത് വെച്ചേക്കുന്ന എവിടെയാ? ദയ ഹോസ്പിറ്റലോ? ഏതാ? ദയല. ആ ദയലെങ്കിൽ ദയല് പൊക്കോ, ഞാൻ തടയാൻ വരുന്നില്ല. ദയെങ്കിൽ ദയ, കൃപയെങ്കിൽ കൃപ. പിന്നെ ഏതാ? കാരിത്താസെങ്കിൽ കാരിത്താസ്. നിങ്ങൾ എവിടെയാണോ ചീട്ടെടുത്ത് വെച്ചിരിക്കുന്ന അപ്പോയിൻമെൻറ്റിന് ഡോക്ടറോട് വിളിച്ചു ചോദിച്ചിരിക്കുന്ന അവിടെ തന്നെ കൃത്യം പോവും വേണം. അതൊന്നും തടയാനായിട്ട് ഞാൻ വരുന്നില്ല. ഇങ്ങനെയൊരു മെസ്സേജൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് എന്ന് പറയുന്നത് ചെറിയ ഡാമേജ് അല്ല. നമ്മുടെ കേൾവിക്കാരായ എത്ര ആൾക്കാർ നമ്മളെ ഇട്ടിട്ട് പോകുന്നറിയാവോ? വലിയ പ്രതീക്ഷയിലാണ് നമ്മളെ കേൾക്കുന്നത്, നേരിട്ടും പിന്നെയും ഒക്കെ കേൾക്കുന്നവർ. അവർ മനസ്സുകൊണ്ട് ചിന്തിക്കില്ലേ, ദൈവമേ, ഇത്രയും പരിജ്ഞാനമില്ലാത്തൊരു ഉപദേശിയുടെ മെസ്സേജാണോ നമ്മൾ കേൾക്കുന്നതെന്ന്. ഇത്രയും നാൾ നമ്മൾ കേട്ടുപോയി. കർത്താവേ, 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ കിറുക്കുള്ളവനാണോ ഇവന്ന് ചിന്തിക്കില്ലേ അവർ? അപ്പോൾ ആ ഡാമേജ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് പറഞ്ഞത്. ഡാമേജ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വളരെ കൃത്യമായിട്ടാണ് ആ മെസ്സേജ് പറഞ്ഞതിൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചത്. മോഡേൺ മെഡിസിൻ്റെ ആരംഭവും ആയുർവേദവും അലോപ്പതിയും എല്ലാം അത്യാവശ്യം പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. വടിയേൽ ചുറ്റി നിൽക്കുന്ന പാമ്പിനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഇന്നലെ വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് മോശയുടെ വടിയും വടിയേൽ പാമ്പ് ചുറ്റി വെച്ചിരിക്കുന്നതാണ്.
കാരണം പാത്രിയാർക്കീസിൻ്റെയും കാതോലിക്കയുടെ കയ്യിൽ വടിയുണ്ട്. ആ വടിയിൽ 2 പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടപ്പുണ്ട്. ആ വടിയും പാമ്പുമാണ് ഈ ഡോക്ടർമാരുടെ കാറിൽ ഒട്ടിച്ചിരിക്കുന്നത്. ആശുപത്രി ചെല്ലുമ്പോൾ ആശുപത്രിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പാത്രിയാർക്കീസിൻ്റെ വടിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന മണ്ടന്മാരാണ് ക്രിസ്തീയ ലോകത്തുള്ള ഏറിയ പങ്കും. അപ്പം നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല. പെർഗമോസുമായി ബന്ധപ്പെട്ട് അസ്ലീപിയസുമായി ബന്ധപ്പെട്ട് പെർഗമോസിലെ അപ്പോളോയുടെ മോൻ അസ്ലീപിയസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അസ്കലപായസ്നോ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്തോ, ആ പുള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങേര് കൊടുക്കുന്ന പ്രസാദവും ഗുളികയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിന് ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിക്കുകയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒറ്റ വാക്ക് പറയുകയാണ് സഹോദരങ്ങളെ, ദൈവവചനത്തിന് ആഴങ്ങളുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ എല്ലാം കയറി പുച്ഛിക്കാൻ പോകരുത്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാതിരിക്കുക. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വചനം പഠിക്കുക, കാര്യങ്ങളെ നല്ല നിലയിൽ മനസ്സിലാക്കുക. നാടോടുമ്പോൾ നടുവേ ഓടിയിട്ട് കാര്യമില്ല. 99% ആൾക്കാർ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ തിരിച്ചൊരു മറുപടി പറയാം. മലാക്കിക്ക് ശേഷം ഒരു പ്രവാചകനെ ഇസ്രായേൽ കണ്ടത് 400 വർഷം കഴിഞ്ഞ. ആ 400 വർഷം കഴിഞ്ഞ് വന്നവൻ യോഹന്നാനാണ്. ആ യോഹന്നാൻ അവരുടെ നടുവിലേക്ക് കടന്നു വന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് ഈ ജനമെല്ലാം ദൈവവഴിയിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. മലാക്കിയുടെ കാലത്ത് മലാക്കി എന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചെന്നറിയാവോ? എൻ്റെ ആലയത്തിൻ്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടച്ചായിരുന്നെങ്കിലെന്ന് പറഞ്ഞാണ് മലാക്കി പ്രവചനം തുടങ്ങുന്നത്. എൻ്റെ ആലയത്തിൻ്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടച്ചായിരുന്നെങ്കിൽ എന്ന് ആരാ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ പ്രവാചകനിലൂടെ പറയുകയാണ്. ഈ ആലയം പണിതിരിക്കുന്നതും അവിടെ നടക്കേണ്ട ശുശ്രൂഷകളൊക്കെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന തമ്പുരാൻ തന്നെ പറയുകയാണ്, ഇതൊന്ന് അടച്ചായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അതൊരു ആത്മഗതം പോലെ പറയുന്നതാണ്. പ്രമാണരഹിതമായ യാഗങ്ങളാണ് നടക്കുന്നത്. ഊനമില്ലാത്തതിനെ അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് മുടന്തുള്ളതിനെയും ഉളുക്കിപ്പോയതിനെയും പിന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്തരത്തിലുള്ള ശോഷിച്ചതിനെയൊക്കെ അങ്ങനത്തേനെയൊക്കെ കൊണ്ടുപോയാൽ ബലിപീഠത്തിൽ അർപ്പിക്കുന്നത്. അത്രയും ബഹുമാനമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തൻ്റെ പ്രവാചകനിലൂടെ ആ നൊമ്പരം പറഞ്ഞു വെക്കുക. അത് കഴിഞ്ഞിട്ട് ദൈവം അവരോട് ഇടപെടുന്നില്ല. അവർക്ക് ബോധിച്ചതുപോലെയാണ് നടന്നത്. ആ ബോധിച്ചതുപോലെ നടന്ന കാലത്ത് യോഹന്നാൻ വന്ന് അതിന് വ്യത്യസ്തമായ നിലയിൽ സംസാരിക്കുന്ന സമയത്ത് ജനമെല്ലാം പറയാമെന്ന് വിചാരിക്കുക. അല്ല, മൊത്തത്തിൽ ഇവിടെ അങ്ങനെ അല്ലല്ലോ. യോഹന്നാനെ നീ പറയുന്ന പോലെ അല്ലല്ലോ മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം പോകുന്നത്. മൊത്തത്തിലുള്ള സിസ്റ്റം ഒന്നും ഇവിടെ കേൾക്കണ്ടെന്നേ. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് യോഹന്നാൻ അവിടെ പറഞ്ഞു കൊടുത്തത്. ദൈവത്തിൻ്റെ അരുളപ്പാട് മാനസാന്തരപ്പെട്ടോളാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഒരു പൂർവ്വചരിത്രവും കൂടെ പറയാം. ഈ പറയുന്നതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് പിന്നിൽ അതായത് ഏലിയാവ് അവരുടെ നടുവിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന കാലം. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് തിശ്ബ്യനായ ഏലിയാവിനെ അങ്ങ് ജസ്രീലിൽ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവന്ന ആഹാബിനോട് ദൂത് പറയുകയാണ്. ദൂത് പറഞ്ഞിട്ട് പിന്നെ ഏലിയാവ് പോകുന്നൊരു വഴിത്താരയുണ്ട്. ആ യാത്ര അതിൻ്റെ പാരമ്യത്തിലേക്ക് വരുന്നത് കർമ്മേലിലാണ്. കർമ്മേലിലേക്ക് ഏലിയാവ് വരുന്ന സമയത്ത് ഇസ്രായേലിൽ ഒരു കുഞ്ഞു പോലും യഹോവയായ ദൈവത്തെ അന്വേഷിക്കുന്നതില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏലിയാവിൻ്റെ സഹായിയായ ഒരുവനുണ്ട് കേട്ടോ. അവൻ തന്നോട് കൂടെയുണ്ട്. കൈപ്പത്തിയോളം മേഘം പൊങ്ങുന്നൊക്കെ നോക്കാൻ പറഞ്ഞു വിട്ടത് അവനെയാണല്ലോ. അപ്പോൾ ആ ഒരു സഹായി മാത്രം കൂടെയുണ്ട്. അവൻ എന്തായാലും ഏലിയാവിൻ്റെ മനസ്സോട് ചേർന്ന് നടക്കുന്ന ഒരുവൻ തന്നെയാണ്. ആ സഹായി ആരാണ്, ആ ബാല്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും നമ്മുടെ സരേഫാത്തിലെ വിധവയുടെ മകൻ തന്നെ ആയിരിക്കും അവൻ എന്നാണ്. ഏലിയാവിനോട് ചേർന്ന് നടക്കുന്ന ആ യൗവനക്കാരൻ സരേഫാത്തിലെ വിധവയുടെ മകൻ തന്നെ ആയിരിക്കും. കാരണം അവൻ ആ ദൈവപുരുഷൻ ആരെന്ന് മനസ്സിലാക്കി ആ ദൈവപുരുഷനോട് ചേർന്ന് സഞ്ചരിക്കാൻ ആരംഭിച്ചു. അവനെ നമുക്ക് മാറ്റി നിർത്താം. അതല്ലാതെ ഇസ്രായേലിൽ ഒരു കുഞ്ഞു പോലും, അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെ വാക്യമുണ്ട്. ഏലിയാവും ഈ ബാല്യക്കാരനും അല്ലാതെ
വേറൊരു മനുഷ്യൻ പോലും ഈ ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്ന നിലയിലല്ല അന്നത്തെ സാഹചര്യം. ഏലിയാവ് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. അതായത്, നമുക്കൊരു മൃഗത്തെ അറക്കാം, എന്നിട്ട് ബലിപീഠത്തിൽ വെക്കാം. ഉയരത്തിൽ നിന്ന് തീ ഇറക്കുന്നത് ആരാണോ, ബാൽ ഇറക്കുമെങ്കിൽ ബാൽ ദൈവം, യഹോവയായ ദൈവം ഇറക്കുമെങ്കിൽ യഹോവയായ ദൈവം. ബാലാണ് തീ ഇറക്കുന്നതെങ്കിൽ ബാൽ ദൈവം, അല്ലേ? സത്യദൈവം ബാലായിക്കോട്ടെ. യഹോവയായ ദൈവമാണ് തീ ഇറക്കുന്നതെങ്കിൽ അവൻ തന്നെ സത്യേക ദൈവം. അതാണ് ഏലിയാവ് പറയുന്നത്. ആ പറയുന്ന വാക്കുകൾക്ക് ഇസ്രായേൽ ജനത്തിന് മുഴുവനും ബോധിച്ചെന്ന് എഴുതിയിരിക്കുന്നു. അവരെല്ലാം തലകുലുക്കി സമ്മതിച്ചെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ബാല് തീ ഇറക്കിക്കഴിഞ്ഞാൽ ഇവന്മാർ ബാലിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം എന്നാ ബോധമുണ്ടെന്ന് ചിന്തിച്ചേ. നോക്കണം, ഇസ്രായേലിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ കൂടിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പരിച്ഛേദം. ആ ജനം മുഴുവനും A to Z. ഏലിയാവും ഈ ബാല്യക്കാരനും ഒരു സൈഡിൽ നിൽക്കുന്നു, ബാക്കി ജനമെല്ലാം മറു സൈഡിൽ, രാജാവും കിങ്കരന്മാർ എന്ന് വേണ്ട എല്ലാ പുള്ളികളും മറു സൈഡിൽ. ഇവരെല്ലാം ഒറ്റ സ്വരത്തിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? അങ്ങനെ ആയിക്കോട്ടെ, ഇന്ന് ബാല് തീയിറക്കിയാൽ ഞങ്ങൾ അംഗീകരിച്ചേക്കാന്ന്. അപ്പോൾ ആ സമയത്തെ ജനത്തിൻ്റെ മനോനിലവാരം എന്തായിരിക്കും? ആ സമയത്തെ ജനത്തിൻ്റെ മനോനിലവാരം ഇങ്ങനെയാണ്. നമ്മൾ ആത്മീയമൊക്കെ പഠിച്ചു വരുമ്പോൾ ഇസ്രായേൽ എത്രത്തോളം അകന്നുപോയി, പ്രമാണത്തിൽ നിന്ന് അകന്നുപോയി, അല്ലേ? ഏലിയാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എത്രത്തോളം അകന്നുപോയി. മലാക്കിയിൽ നിന്ന് നമ്മൾ യോഹന്നാൻ സ്നാപകനിലേക്ക് വരുമ്പോൾ ആ ദീർഘവർഷം ഇരുൾ മൂടിയൊരു കാലമാണത്, ഇരുളടഞ്ഞൊരു കാലം. അതിന് നടുവിലേക്കാണ് യോഹന്നാൻ സ്നാപകൻ നടന്നു വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത കാലമാണത്. ദൈവത്തിൻ്റെ ആലയം എങ്ങനെയായി? കള്ളന്മാരുടെ ഗുഹ. മുന്നമേ പറഞ്ഞു ഈ വാതിലൊന്ന് അടച്ചാൽ കൊള്ളാമായിരുന്നെന്ന്. ഇപ്പോൾ അത് എന്തായിട്ട് മാറി? കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. ജനം പ്രമാണത്തിൽ നിന്ന് അകന്നു പോയെന്നേ. അവരോട് ചെന്ന് നമ്മൾ സംസാരിക്കുക എന്ന് വിചാരിച്ചോ? അവരോട് ചെന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരെന്നാ പറയും? വേറെ പണിയൊന്നുമില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറയും. കർത്താവ് ചെന്ന് അവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കർത്താവ് ഈ പുള്ളികളെല്ലാം വിളിച്ച് തടുത്തു കൂട്ടി നിർത്തിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു, അവർ തിരിച്ചും മറിച്ചു വിട്ട് നോക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത്, അല്ലേ? അവരെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണോ ചെയ്തത്? കർത്താവ് സംസാരിക്കുന്നതും യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുന്നതും തമ്മിൽ അതിന് വ്യത്യാസമുണ്ട്. കർത്താവ് സംസാരിക്കുന്നതും യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് സത്യമാണ്. പക്ഷേ അവർക്ക് തിരിയുന്നില്ല, കർത്താവിൻ്റെ ഭാഷ അവർക്ക് തിരിയുന്നില്ല. അതിനു മുമ്പ് വന്ന യോഹന്നാൻ സ്നാപകൻ്റെ ഭാഷ ആദ്യമൊന്നും തിരിയുന്നില്ലെന്നേ, പിന്നെയാണ് ആളുകൾ ഈ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ തലമുറയിൽ ഇപ്പോൾ നമ്മളും ഉപദേശം ഇങ്ങനെയാണ്, സത്യവചനം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ വഴിയിൽ നിന്ന് ഒത്തിരി അകന്നു പോയ ജനത്തിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്ത് ഭ്രാന്താ നിങ്ങളീ പറയുന്നതെന്ന് ചോദിക്കും. ചില ചോദ്യങ്ങൾ എന്നോടും ചോദിച്ച് എനിക്കും മറുപടി ഇല്ല സഹോദരങ്ങളെ. നിങ്ങൾ വലിയ ദൈവിക രോഗശാന്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഭയങ്കര നീട്ടി പ്രസംഗിച്ചു കഴിഞ്ഞ ആഴ്ച. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ എന്തു ചെയ്യും? അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ എന്താ അഡ്വൈസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അപ്പോൾ എന്നെ കൊടുക്കാനുള്ളൊരു ചോദ്യം ഞാൻ തന്നെ ഇടുക. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അഡ്വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതല്ലാതെ വേറൊരു അഡ്വൈസും ഇല്ല. അപ്പോൾ പ്രാർത്ഥനയാൽ അപ്പോൾ മൂപ്പനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചാൽ ദീനക്കാരൻ്റെ ദീനം മാറില്ലെന്ന് ചോദിച്ചാൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഇന്ന് പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാലമായി മാറി. അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ഫെയ്ത്ത് ഉള്ള വിശ്വാസികൾ വേണം. അങ്ങനത്തെ സമൂഹത്തെ നമ്മൾ വാർത്തെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതല്ലാതെ ചെറിയൊരു മൂക്കിപ്പനി വരുമ്പോഴത്തേക്കും പേടിച്ച് വിറയ്ക്കുന്ന ആളുകളെ വെച്ചിട്ട് ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര കാര്യമൊക്കെ പറയാൻ പറ്റുമോ? അതൊന്നും നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അഡ്വൈസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ അഡ്വൈസ്. പെട്ടെന്ന് 108 ആംബുലൻസ് വിളിക്കുക, ഡയൽ ചെയ്യുന്ന തെറ്റിപ്പോകാതിരിക്കുക. 109 പോകരുത്, 108 തന്നെ ഡയൽ ചെയ്യുക, പെട്ടെന്ന് കൊണ്ടുപോവുക. അപ്പോൾ പാസ്റ്റർ ഈ പറഞ്ഞ രീതിയിൽ എളുപ്പമല്ലെന്ന് ഇന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആളുകളെ കിട്ടണം.
നിങ്ങളിൽ എത്ര പേർക്ക് ലീവ് കിട്ടും? നിങ്ങളിൽ എത്ര പേർക്ക് ലീവ് കിട്ടും? ലീവ് കിട്ടില്ല. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരുണ്ട്, ഡേ ഷിഫ്റ്റ് ഉള്ളവരുണ്ട്, അല്ലേ? ഇപ്പം തന്നെ എത്ര തവണ വാച്ച് നോക്കി കാണും? ആർക്കറിയാം? ആർക്ക് സമയമില്ല സഹോദരങ്ങളെ? ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, എനിക്കുമില്ലല്ലോ സമയം. നമുക്കാർക്കും സമയമില്ലാത്തൊരു കാലമാണ്. ഞാൻ ചില ആഗ്രഹങ്ങളാണ് പ്രസംഗത്തിലൂടെ പ്രകടിപ്പിക്കുന്നതെന്ന് കൂട്ടിയാൽ മതി. ചില നടപ്പില്ലാത്ത ആഗ്രഹങ്ങൾ പ്രസംഗത്തിലൂടെ പറഞ്ഞു കൊണ്ടുവന്നു എന്നങ്ങ് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പം ചില നടപ്പില്ലാത്ത ആഗ്രഹങ്ങളായിരിക്കാം, എങ്കിലും വചനത്തിൻ്റെ സത്യങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചത്തെ ആ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, അതൊക്കെ വിട്ടിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമ്മൾ പിന്നെയും മുൻപോട്ട് പോവുകയാണ്. അതിന് മുൻപുള്ള ആഴ്ചകളിൽ നമ്മളിങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തിൽ രക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൃപയാലാണ്, വിശ്വാസം മൂലമാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൃപയാൽ വിശ്വാസം മൂലം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെയായിട്ട് ആ വിഷയങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പല വ്യക്തികളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, നമ്മൾ പണ്ട് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും പല വ്യക്തികൾക്കും ആ വിഷയങ്ങളിൽ കൃത്യമായ ക്ലാരിറ്റി ഇല്ല. ശുശ്രൂഷകർക്ക് പലർക്കില്ല, വിശ്വാസികൾ പലർക്കും ആ വിഷയങ്ങളിലൊന്നും കൃത്യമായ ക്ലാരിറ്റി പലർക്കും ഇല്ല. റോമലേഖനം 10:9 നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം തർജ്ജമയിൽ തെറ്റായിട്ടാണ് അത് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപദേശ വിഷയം പറഞ്ഞ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റാത്ത നിലയിൽ അത് ഇത്തിരി തലതിരിഞ്ഞാണ് കിടക്കുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇപ്പോൾ വായിച്ച ഈ വാക്യം അതിന് മുൻപ് വായിച്ചതുമായിട്ട് വലിയ അന്തരമാണ്. അതിന് മുമ്പ് വായിച്ചത് ഇവിടെ വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയണമെന്നാണ്. അതേസമയം അല്പം മുമ്പ് വായിച്ചത് എങ്ങനെയാണ്? കർത്താവായ യേശുവിനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പം യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയാനല്ല, കർത്താവായ യേശുവിനെ വായ്കൊണ്ട് ഏറ്റുപറയുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുപോയി. യേശുവിനെ കർത്താവെന്നല്ല, പകരം കർത്താവായ യേശുവിനെ വായ്കൊണ്ട് ഏറ്റുപറയണം. ഏത് കാര്യത്തിലാണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം, അല്ലേ? അപ്പോൾ ആ വായിച്ച വാക്യത്തിനകത്ത് ആഴമേറിയ ഒരു ചിന്തയാണ് കിടക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് ആ വാക്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ക്രിസ്തു മരിച്ചു. ആർക്ക് വേണ്ടി എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അത് എനിക്ക് വേണ്ടി എന്നുള്ളതാണ് സുവിശേഷം എന്നെ ധരിപ്പിക്കുന്നത്. ഞാൻ മൂലം ക്രിസ്തു മരിച്ചു. ഞാൻ പാപിയായിരിക്കുന്ന നിമിത്തം നിത്യനാശത്തിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. തൻ്റെ സൃഷ്ടിയായൊരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് ചുരുങ്ങി ഇറങ്ങി വന്നു. തന്നെത്താൻ ഒഴിച്ചു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ വന്ന ആ സദ്വർത്തമാനം, അതാണ് ഗുഡ് ന്യൂസ്. മനുഷ്യനായ എൻ്റെ പാപനിമിത്തം ക്രിസ്തു മനുഷ്യനായി തീർന്നു എന്ന് വെച്ചാൽ താണിറങ്ങി വന്നെന്നർത്ഥം. അങ്ങനെ വന്ന് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഭൂജാതനാകുകയും പിന്നത്തേതിൽ പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ വിധിക്കപ്പെട്ട് ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ എനിക്ക് വേണ്ടി പ്രാണനെ കൊടുത്തവൻ യേശുക്രിസ്തു മരിച്ചു. റോമർ 8:34 എന്ന് വായിച്ചേ. റോമർ 8:34. റോമൻസ് 8:34. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് താൻ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി മഹാപുരോഹിതൻ എന്ന നിലയിൽ നമ്മെ മാറത്ത് വഹിച്ചിരിക്കുകയാണ്, ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. നമ്മെ ചുമലിൽ ചുമക്കുകയാണ്. അവിടുന്ന് നമ്മുടെ ഭാരങ്ങളാണ് താനെ ചുമക്കുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ഇന്ന് അങ്ങനെ ചെയ്യുന്നു. പക്ഷേ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? യേശു ക്രിസ്തു മരിച്ചവനായിരുന്നെന്ന, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ.
നമ്മൾ മുന്നമേ മരണവുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയി ചിന്തിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ മരണമാണ് നമ്മുടെ കർത്താവ് വഹിച്ചത്. നാം തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എങ്ങനെയാ? മരണമുള്ളവരായിട്ടല്ലേ പുറത്തേക്ക് വന്നത്. തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടി ഒരു മൃഗത്തെ അറുത്ത് ആ മൃഗത്തിൻ്റെ തോലുകൊണ്ട് നമ്മളെ ഉടുപ്പിക്കുകയായിരുന്നു, നമ്മുടെ നഗ്നതയെ മറയ്ക്കാൻ, പാപനിമിത്തം. അങ്ങനെ പുറത്തേക്ക് വന്ന നമ്മൾ എന്തു പുതച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്? മരണം പുതച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. തോട്ടത്തിൽ നമുക്ക് മരണമില്ലായിരുന്നു. തോട്ടത്തിൽ നാളുകളും കാലങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന ആ സമയം മുതൽ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ആദം നടക്കാൻ തുടങ്ങി, മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ആ നടപ്പ് 900 ചില്ലുവാനും വർഷം കഴിയുമ്പോഴാണ് അവസാനിക്കുന്നത്, അല്ലേ? 900 ചില്ലുവാനും വർഷം താനും മുൻപോട്ട് പോകും. അപ്പോൾ അവിടെ കൊണ്ട് ആ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മരണത്തിലേക്കാണ് ആദം നടന്നുപോയത്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആദം എങ്ങോട്ടാണ് നടന്നുപോയത്? മരണത്തിലേക്കാണ് നടന്നുപോയത്. പിറ്റേ ദിവസം മരിച്ചൊന്നുമില്ല. അതായത് ശാരീരിക മരണത്തെക്കുറിച്ച് ഞാനീ പറയുന്നത്. അത് പിറ്റേ ദിവസം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അനുദിനം താൻ നടന്ന് പോകുന്നത് എങ്ങോട്ടാ? മരണത്തിലേക്ക്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നൊരു സമയമുണ്ട്. അവിടെ മുതൽ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്, മരണത്തിലേക്കുള്ള നടപ്പ് തുടങ്ങുകയാണ്. അല്ല, കൊച്ചു നടക്കുമോ, കൊച്ചു എഴയല്ലേ, നീന്തുകയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, സംഭവം തുടങ്ങി പരിപാടി. കൊച്ചുമായി ബന്ധപ്പെട്ട് കൗണ്ട് ഡൗൺ ആരംഭിച്ചെന്നേ. കൊച്ച് 70 ആണോ 80 ആണോ 90 ആണോ എത്രയാണോ, എന്തായാലും 950 969 വർഷമൊന്നും ജീവിക്കില്ലെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം. നമ്മുടെ അറിവും ബോധ്യം അനുസരിച്ച് 70 ഏറിയാൽ 80 അത്രയൊക്കെ ഉള്ളൂ, കൂടിയാൽ 100 വരെ പോട്ടെ. അവിടം വരെയേ കൊച്ചു പോവുകയുള്ളൂ. കൊച്ചേ ഇപ്പം പ്രസവിച്ച് വീണ കൊച്ചപ്പം നടന്നു പോകുന്ന എങ്ങോട്ടാ? മരണത്തിലേക്കാണ്. ഈ നടപ്പിനിടയിലാണ് ജീവൻ്റെ സന്ദേശം നമ്മൾ കേൾക്കുന്നത്. നമുക്ക് പകരമായിട്ട് ക്രിസ്തു മരിച്ചെന്നുള്ള കാര്യം. മൈ ഗോഡ്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായി ഒരുവൻ മരിച്ചു. അതാണ് സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ. എന്താ? തറഞ്ഞു കിടക്കുന്നതും ഉറഞ്ഞു കിടക്കുന്നതുമായ തരിശു ഭൂമികളെ അതെല്ലാം കാണിക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. ഉഴുതുമറിക്കുകയാണ്. അങ്ങനെ ഉഴുതുമറിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ആ ഉഴുതുമറിക്കപ്പെടുന്ന അനുഭവത്തിൽ ഹൃദയം നുറുങ്ങിപ്പോവുകയല്ലേ, തകർന്ന് തരിപ്പണമായി പോവുകയല്ലേ. ആ സമയത്താണ് നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. അതിനു മുമ്പ് ചിന്തയൊല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തോന്ന് ചിന്ത? അങ്ങനെ പ്രത്യേകിച്ച് ചിന്തയൊന്നുമില്ല. നമ്മളായി, നമ്മുടെ പാടായി, അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലം. അതേസമയം ഈ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുവനെ നമുക്ക് വേണ്ടി തകർത്തു, അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഉള്ളതല്ലേ കേൾക്കുന്നത്. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകുകയാണ്, ഉഴുതുമറിക്കപ്പെടുകയാണ്, കലപ്പ തലങ്ങും വിലങ്ങും കടന്നു പോവുകയാണ്, പാപത്തിൻ്റെ വേരുകളെല്ലാം പൊട്ടുകയാണ്. അവിടെ സുവിശേഷ ഘോഷണം അതിശക്തമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. ഇവിടെ സഹോദരങ്ങൾ, എനിക്ക് 1-2 കാര്യം നിങ്ങളോട് പറയാനുള്ളത്. വലിയ പങ്ക് ആളുകളും പല കാര്യങ്ങളും ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല. പലരും ഇതൊന്നും ഗ്രഹിക്കുന്നില്ല. അതായത് ക്രമീകൃതമായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല. ക്രിസ്തീയ വിശ്വാസവും അതിൻ്റെ അടിത്തറകളും അതിൻ്റെ മുൻപോട്ടുള്ള യാത്രകളൊന്നും വേണ്ട രീതിയിൽ പല സഹോദരങ്ങളും മനസ്സിലാക്കുന്നില്ല. പല ശുശ്രൂഷകർക്കും അതൊന്നും പറഞ്ഞു കൊടുക്കാനും ആ ഒരു ഗൗരവത്തിലേക്ക് കൊണ്ടുവരുവാനും വലിയ താല്പര്യമില്ല. സങ്കടകരമായ കാര്യമാണത്. പലർക്കും അങ്ങനത്തെ താല്പര്യമില്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു മെസ്സേജ് കേട്ടു. ആ മെസ്സേജിൽ വളരെ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ ഒരു വിവാഹ സംബന്ധമായ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് പോയ കൂട്ടത്തിൽ ചില യാഥാർത്ഥ്യങ്ങളെ പറയാണ്. അതായത് അനേകർ ശരിക്കും വീണ്ടുജനനം പ്രാപിച്ചല്ല ഇന്ന് ദൈവരാജ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. പലരും ആ സത്യവചനം കേൾക്കുന്നില്ല, അതിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജ് പറഞ്ഞു പോയത്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ നിർദോഷമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ചിലരൊക്കെ ധരിക്കുന്നത് കുറച്ച് ആഭരണമൊക്കെ അങ്ങ് നീക്കി കുറച്ച് വെള്ളയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുമെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ആളുകൾ ധരിക്കുമോ എനിക്കറിയില്ല. അദ്ദേഹം നിർദോഷമായി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പലരും ഈ വക കാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴയ്ക്കുന്നു എന്ന് വെച്ചാൽ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകൃതമായിട്ടല്ല പലരും പറയുന്നത് പലയിടങ്ങളിലും. അതായത് രക്ഷ സൗജന്യമാണ് നമ്മൾ എപ്പോഴും പറയുമല്ലോ. രക്ഷ തികച്ച സൗജന്യമാണ്.
കണ്ടീഷനുകളില്ല, അതുപോലെ വിശ്വാസത്താലാണ്, കൃപയാലാണ് ലഭിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയും. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചില ചാർട്ടൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ചില പിക്ചറൊക്കെ കാണിച്ച് വളരെ കൃത്യതയോടെ നിങ്ങളുടെ മുമ്പാകെ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. ചുമ്മാ പറഞ്ഞാൽ ഓർമ്മയിൽ ഇരിക്കില്ല സഹോദരങ്ങളെ. ചുമ്മയൊന്നും പറഞ്ഞാൽ പല കാര്യങ്ങളും ആളുകളുടെ ഓർമ്മയിലിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചില പിക്ചർ കാണിച്ചിട്ട് കൈ ചൂണ്ടി അതിൽ തൊട്ട് കാണിച്ച് സഹോദരങ്ങളെ, പ്രിയരെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളെ ഗ്രഹിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നതിൻ്റെ കാരണം അതാണ്. അവിടെയാണ് നമ്മൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ പടമൊക്കെ കാണിച്ചിട്ട് ചില കാര്യങ്ങൾ പറയില്ലായിരുന്നോ? ചില കാര്യങ്ങൾ പറയുമായിരുന്നു. ആ കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഒരു കൂട്ടം സഹോദരങ്ങൾക്ക് കാര്യങ്ങളെ കുറച്ചൊക്കെ മനസ്സിലായി. എന്നാൽ ഇങ്ങനെയൊക്കെ കേട്ടെങ്കിലും പലർക്കും പിടികിട്ടിയിട്ടില്ല. അത് പലരുമായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഭാഗം അവർക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല എന്ന് കണ്ടാൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ആ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ രക്ഷാഭദ്രതയും കാൽവിനീസും അതുതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വന്നപ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു. പെന്തിക്കോസുകാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളതൊന്നും അല്ല. ഇവിടെ ഒരു ശേഷിപ്പ് വചനത്തിനും ഉപദേശത്തിനും വേണ്ടി നിൽപ്പുണ്ട്. കൃപയാലാണ് നമ്മൾ രക്ഷ ആസ്വദിച്ചതെന്നും വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടതെന്നും ഉത്തമ ബോധ്യമുള്ളവരാണ്. അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ ഈ പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ഇന്നും ഉണ്ടെന്നേ. അത് തിരിച്ചറിയാത്ത ഒത്തിരി പേര് സ്നാനപ്പെട്ട് ആ വഴിയിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്നാനത്തോടുകൂടി രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അത് അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശുശ്രൂഷകർ അവരുടെ മുമ്പിൽ പൊരുൾ തിരിച്ചു കൊടുക്കുന്നില്ല. അടുക്കടുക്കായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കുഴച്ചു മറിച്ച് ഈ കാര്യങ്ങളെയൊക്കെ പറയാനിട വരുന്നത്. കുഴച്ചു മറിച്ച് കിടക്കുകയാണ് കാര്യങ്ങൾ. അങ്ങനെ പറയുമ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകൻ ഈ വക കാര്യങ്ങളെയൊക്കെ സംസാരിച്ചു പോകുമ്പോൾ ഒരിത്തിരി പുച്ഛത്തിൻ്റെ സ്വരത്തിൽ, ഈ ദൈവിക രോഗശാന്തിയൊക്കെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തി ഈ സമർപ്പണ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ വേഗം പറഞ്ഞു കൊണ്ടുവരാം. അതിനെയൊക്കെ തരം താഴ്ത്തുന്ന നിലയിലും പുച്ഛിക്കുന്ന നിലയിലും മലയാളക്കരയിലെ പെന്തിക്കോസ്തിൻ്റെ പൂർവന്മാർക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ചില മണ്ടത്തരങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചു എന്ന നിലയിലൊക്കെ പറയുന്ന ചില സംഭാഷണ ശകലങ്ങൾ. ആ സംഭാഷണം എങ്ങനെയായിരുന്നു എന്ന് രതീഷ് ഇപ്പി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. രതീഷ് ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചത്. ഞാൻ അന്നും ഇന്നും ഒരിക്കലും ആവരണത്തിനെതിരല്ല. അതിന് കാരണം ഞാൻ ആന്ധ്രയിൽ മിഷണറിയായി 10 വർഷം വർക്ക് ചെയ്ത ആളാണ്. അവിടെ ഞങ്ങളുടെ സഭയിൽ ഒരിക്കൽ പോലും ആവരണം വേണ്ട എന്നോ ഇടണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം പിടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഭാരം ആർക്കും കൊടുക്കാൻ ദൈവാത്മാവ് എന്നെ അനുവദിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. 25 വർഷമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. അതായത് സഹോദരങ്ങളെ, ഇപ്പോൾ രതീഷ് പറഞ്ഞ ആ പ്രസിദ്ധനായ ശുശ്രൂഷകൻ പറയുന്നത്, അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റിൽ കുറേ വർഷക്കാലം ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തിച്ച കാലത്താകട്ടെ ഇപ്പോഴാകട്ടെ ഒരിക്കലും ഈ ആഭരണ വർജനവുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും താൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതിനൊരു ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിലാണ് പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനിൽ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ തലമുറയിൽ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അത് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് മണ്ടത്തരമാണ്. ആ മണ്ടത്തരം എന്ന് പറയുന്നതാണ് 2 പത്രോസ് 3:17 നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് വായിച്ചുകൊണ്ട്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്ഥിരത വിട്ടു പോകരുതെന്നാണ്. വചനത്തെ വളച്ചൊടിക്കുകയും മറിക്കുകയും അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്നൊക്കെ മാറി പ്രസ്താവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വഞ്ചനകളായിട്ട് മാറും.
മലയാളക്കരയിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തിൻ്റെ ഉപദേശം ശക്തമായി മുൻപോട്ട് വന്നു. അങ്ങനെ മുൻപോട്ട് വന്ന കാലഘട്ടത്തിൽ പൂർവന്മാർക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സമർപ്പണം എന്നുള്ളൊരു വിഷയം. ആ സമർപ്പണം എന്നുള്ളൊരു വിഷയം മനസ്സിലാക്കിയപ്പോൾ അവർ ആ നിലയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അവരെല്ലാം മണ്ടന്മാരായിരുന്നു എന്നൊക്കെ നമ്മളങ്ങനെ തീർത്ത് പറയരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത പ്രകാശനത്തിലാണ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്നത്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ആദ്യം വായിച്ച റോമാലേഖനം 10:9. അത് ഞാൻ അധികം വിശദീകരിച്ചില്ല. അവിടെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വവുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ബലിയായി അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യത്തിനാണ് അവിടെ പ്രാധാന്യം. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മരണത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുകയാണ് അല്ലേ? ആ മരണനിമിത്തം ചിന്തിയ രക്തത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കാൽവറിയിൽ ബലിയായി തീർന്നു എന്ന കാര്യം ഞാൻ തിരിച്ചറിയുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ഞാൻ അംഗീകരിച്ച് ഞാനത് ഏറ്റുപറയുകയാണ്. യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ്. അത്രയേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക എന്നുള്ള കാര്യമല്ല അവിടെ ആ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നത്. നമ്മളത് പഠിപ്പിക്കുന്ന രണ്ട് രീതിയിലാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ടാബർനാക്കലിൻ്റെ ഒരു പിക്ചറാണ് വെച്ചിരിക്കുന്നത്. ഇതെന്തിനാ ഈ പിക്ചറൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് കാര്യം മനസ്സിലായതാ. നിങ്ങൾക്ക് മനസ്സിലാകാനും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ പിക്ചറൊക്കെ കാണിച്ചിട്ട് കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാണുന്ന പിക്ചറിൽ ആ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ബലിപീഠമാണ്. പിന്നീട് ഇരിക്കുന്നത് താമ്രത്തൊട്ടിയാണ്. അപ്പോൾ രണ്ട് ഉപകരണങ്ങൾ പ്രാകാരത്തിലിരിപ്പുണ്ട്. ആ രണ്ട് ഉപകരണങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ യാഗപീഠത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് രക്ഷകനായ ക്രിസ്തുവിനെയാണ്. യാഗപീഠത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് രക്ഷകനെയാണ്. ആ യാഗപീഠത്തിൻ്റെ അവിടെയാണ് നമ്മൾ സുവിശേഷം കേൾക്കുന്നത്. അവിടെ ഒരു കണ്ടീഷനും ഇല്ല, അൺകണ്ടീഷണലാണ്. ഏതൊരു പാപിയും സുവിശേഷം കേൾക്കുമ്പോൾ ഒരു കണ്ടീഷനും ഒരു ഭാരവും ആരുടെ മേൽ വെക്കുന്നില്ല. ഒരു ഭാരവും വെക്കുന്നില്ല. അവിടെ എന്തെങ്കിലും ഭാരമുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ അരുതിനെ ക്രൂശ് എടുക്കണമെന്നോ നുകത്തിൻ കീഴിൽ വരണമെന്നോ ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ പറയുന്നില്ലെന്നേ. അവിടെ നമ്മൾ പാപിയാണെന്നുള്ളൊരു ബോധമാണ് നമുക്ക് വരുത്തുന്നത്. യോഹന്നാൻ 16 പറയുന്ന പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ശക്തമായ ബോധം നമുക്ക് തരുന്ന ഇടമാണ് ഈ ബലിപീഠം അഥവാ കാൽവറിയിലെ ക്രൂശ്. സുവിശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സുവിശേഷ കേൾവിയിലൂടെ നമുക്ക് പാപബോധമാണ് വരുന്നത്. പാപബോധം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ രക്ഷകനെ കൊണ്ടുവരികയാണ്. രക്ഷകനെ കണ്ണിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കാൽവറിയിൽ ബലിയായി തീർന്ന നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ അവിടെ കണ്ടെത്തുന്നത്. ക്രിസ്തു എന്ന രക്ഷകനെ നമ്മൾ കണ്ടെത്തുകയാണ്. അവിടെ കണ്ടീഷനില്ല, സൗജന്യമാണ്, കൃപയാലാണ്, വിശ്വാസം മൂലമാണ് നീതീകരണം. അതെല്ലാമാണ് അവിടെ പറയാനുള്ളത്. അവിടെ ആഭരണത്തിൻ്റെ കാര്യവും അങ്ങനത്തെ ഒരു കാര്യവും നമുക്കവിടെ പറയാനില്ല. ഒരു ഭാരത്തിൻ്റെ കാര്യവും പറയാനില്ല. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരാരും അനാവശ്യമായ കാര്യങ്ങളൊന്നും അവിടെ പറയില്ല. അവിടെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തു താമസിമിന വേഗം വരും എന്നുള്ള കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് പറയും. വളരെ കൃത്യമായിട്ട് പറയും ആ കാര്യങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ രക്ഷാ സന്ദേശം വെളിപ്പെടും. ആ രക്ഷാ സന്ദേശം വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കും. പാപികളും ദോഷികളുമായ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവിനാൽ ഒരു ജനനം നമ്മുടെ ഉള്ളിൽ നടക്കും. വിശുദ്ധ പ്രജ നമ്മുടെ ഉള്ളിലേക്ക് വരും. മറിയ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. മറിയ ദൂതനോട് എന്നാ ചോദിച്ചത്? ഞാൻ പുരുഷനെ അറിയായികയിൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. ഗബ്രിയേൽ എന്താ മറുപടി കൊടുത്തത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉദരത്തിൽ, നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് ഉരുവാകുന്നത്. വിശുദ്ധ പ്രജ നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുന്നു. അവിടെ പിതാവാണ് ആകർഷിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പാപബോധം തരുന്നത്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തരികയാണ്. ന്യായവിധിയുടെ കാഠിന്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അതെല്ലാം അറിഞ്ഞാണ് നമ്മൾ ആ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ അഥവാ ക്രൂശ്, ഈ ബലിപീഠം എന്ന് പറഞ്ഞാൽ എന്താ? കാൽവറിയിലെ ക്രൂശാണ്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്. അവിടെ നമ്മൾ കണ്ടെത്തുന്ന രക്ഷകനെയാണ്. ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടപ്പെടുകയും കരയാനേ മാർഗം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? സുവിശേഷം നമ്മുടെ കാതുകളിൽ വന്ന് അലയ്ക്കുകയാണ്. എന്താ അതിലൂടെ നമ്മൾ കേട്ടത്?
ഒരുവൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണിറങ്ങി വന്ന ആ മഹത്തായ കാര്യമാണ് നമ്മൾ അറിയുന്നത്. അവിടെ നിന്ന് വരണ്ട നിലത്ത് ഇളയ തൈ പോലെ അവൻ വളർന്നു വരികയായിരുന്നു. വരണ്ട നിലത്ത് ഇളയ തൈ പോലെ വളർന്നു വരികയായിരുന്നു. കാലത്തിൻ്റെ സമ്പൂർണതയിൽ ആ ഇളയ തൈ, വളർന്നു വന്ന ഇളയ തൈയെ കൊയ്തെടുക്കുകയാണ്. കൊയ്തെടുത്ത് മെതിച്ച് ഗോൽഗോഥായിലെ ആ ചക്കിലിട്ട് നമുക്ക് വേണ്ടി മെതിച്ചെടുക്കുകയാണ്, ജീവൻ്റെ അപ്പമാക്കി തീർക്കാനായിട്ട്. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരികയല്ലേ. ആ കൊയ്തെടുക്കുന്നതും മെതിക്കുന്നതും നുറുക്കുന്നതും പൊടിക്കുന്നതും ഭയാനകമായിരുന്നു. ഭയാനകമായ കാഴ്ചകളായിരുന്നു അതെല്ലാം. ആ കാഴ്ചകളെല്ലാം സുവിശേഷ ഘോഷണത്തിൽ വെളിപ്പെടുമെന്നേ. അതൊക്കെ നമ്മെ സ്പർശിക്കുകയാണ്, അതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഉഴുതുമറിക്കുകയാണ്, നുറുക്കപ്പെടുകയാണ് നമ്മൾ. അവൻ്റെ പുറ ഉഴവുചാല് പോലെ ഉഴുതുമറിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ് ഉഴുതുമറിക്കപ്പെടുന്നത്. നമ്മൾ ഈ തിരുമേശയിലേക്കൊക്കെ പോകുമ്പോൾ ആരോ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, തിരുമേശയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന്. കർത്താവ് അനുവദിച്ച പിന്നത്തേത് നമുക്ക് ചിന്തിക്കാം. ഒറ്റവാക്കി പറയാം. നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന ആ അപ്പം നമ്മൾ അതിൽ നിന്ന് അല്പം മുറിച്ച് നമ്മുടെ അതരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർക്കണം, നമ്മൾ ആ അപ്പം നുറുക്കുകയാണ്. നമ്മളും നമ്മുടെ ശുശ്രൂഷകരും ഒരുമിച്ച് ആ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുകയല്ലേ. ആ അപ്പം നുറുക്കുമ്പോൾ അതിലൂടെ എന്താ വിളിച്ചു പറയുന്നത്? അവനെ തകർക്കുവാൻ, അവനെ നുറുക്കുവാൻ ഞാനാണ് കാരണക്കാരൻ, ഞാൻ മൂലമാണ് അവൻ തകർക്കപ്പെട്ടത്. ആ തിരിച്ചറിവോടുകൂടിയാണ് ഞാൻ തിരുമേശയിലേക്ക് കരം നീട്ടുന്നത്. അല്ലാതെ യാന്ത്രികമായിട്ട് എല്ലാ ആഴ്ചയിലും കൂടുന്നതാണല്ലോ, ഇന്ന് കൂടിയില്ലെങ്കിൽ പാസ്റ്റർക്ക് എന്നാ തോന്നുന്നോർത്ത് കൂടുന്നതല്ല. എന്തൊരു നിമിഷങ്ങളാ സഹോദരങ്ങളെ അതല്ല. അപ്പോൾ ഈ പിക്ചറിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ബലിപീഠം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഇടമാണ്. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ട ഇടമാണ്. രക്ഷകനെ കണ്ടെത്തിയൊരു ഇടമാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് അടുത്തത് താമ്രത്തൊട്ടിയാണ്. ആ താമ്രത്തൊട്ടി വിശ്വാസ സ്നാനത്തെയാണ് കാണിക്കുന്നത്. വിശ്വാസ സ്നാനത്തെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നിൽക്കുക നമ്മൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ വിശ്വാസ സ്നാനത്തിലൂടെ നമ്മെ രക്ഷിച്ചവനോട് ചേരണം. ഈ യാഗപീഠമാകുന്ന കാൽവറിയിലെ ക്രൂശിലൂടെ നമ്മൾ ആരെയാണ് കണ്ടെത്തിയത്? നമ്മുടെ രക്ഷകനെയാണ് കണ്ടെത്തിയത്. ഇനി വിശ്വാസ സ്നാനത്തിൽ നമ്മൾ ആ രക്ഷകനോട് ചേരുകയാണ്, ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അപ്പോൾ ഈ യാഗപീഠവും താമ്രത്തൊട്ടിയും ഇതൊക്കെ മുന്നമേ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഴമേറിയ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനുണ്ട്. ആഴമേറിയ ചില ചിന്തകൾ. ഈ രണ്ട് ഉപകരണങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ഗഹനമായ ഉപദേശ വിഷയം പറയുകയാണ്. ഈ യാഗപീഠം വഴി നമ്മൾ രക്ഷാസന്ദേശം കേട്ട കാര്യം പറഞ്ഞു, സുവിശേഷം കേട്ടു. അവിടെ ഒരു കണ്ടീഷനും ഇല്ല, ഒരു ഭാരമില്ല, ഒരു കേസും നിങ്ങളോട് പറയുന്നില്ല. രക്ഷകനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതേസമയം ഈ താമ്രത്തൊട്ടി എന്ന് പറയുന്നത് വിശ്വാസ സ്നാനത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അടുത്ത പടി പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുകയാണ്. നമ്മൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി മോനേന്ന്, ചുമ്മാ ചാടി വരണ്ടാന്ന്. നീ ഇരുന്നൊന്ന് കണക്ക് കൂട്ടി നോക്ക്. തുടർന്നുള്ള ജീവിതം എന്ന് പറയുന്നത് സമർപ്പിത ജീവിതമാണ്. വേല കൊടുക്കണം, വിശുദ്ധ ജീവിതമാണ് നയിക്കേണ്ടത്. നീ ആരോടാ ചേരുന്നത്? പരമപരിശുദ്ധനായവനോട് ചേരാൻ പോവുകയാണ്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുവായ്മൊഴികൾ ഇവിടെ മുഴങ്ങുകയാണ്. എന്താ മുഴങ്ങുന്നത്? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന്. ക്രൂശ് എന്ന് വെച്ചാൽ എന്താ? മരക്കുരിശാണോ? ക്രൂശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് അതൊരു ബലിപീഠമാണ്. ബലിപീഠം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ബലിപീഠം കാണിക്കുന്നത് സമർപ്പണത്തെയാണ്. നാം ആ സമർപ്പണത്തിലേക്ക് വരണം. അനുദിന ജീവിതത്തിൽ ആ സമർപ്പണത്തിലായിരിക്കണം. ഇളകരുത്. അതിനൊരു ആരംഭം കുറിക്കണം. ആ ആരംഭമാണ് റോമാലേഖനം 12:1-2. റോമാലേഖനം 12:1-2 വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധികളെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി സമർപ്പിക്കണമെന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ആഹ്വാനം. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കണം. എന്നിട്ട് നാൾതോറും ക്രൂശ് എടുക്കണം. അർത്ഥം, നാം നമ്മുടെ സ്വന്തം ഹിതങ്ങളെയും സ്വന്തം താല്പര്യങ്ങളെയും ബലിപീഠത്തിൽ വെക്കുക. ത്യജിക്കുക മീൻസ് അതെല്ലാം ബലിപീഠത്തിൽ വെക്കുക. നോക്കണം, ഈ ബലിപീഠം
ഈ ബലിപീഠത്തിൻ്റെ കാഴ്ച, ഇതിനാണ് ക്രൂശിൻ്റെ ദർശനം എന്ന് പറയുന്നത്. ക്രൂശിൻ്റെ ദർശനത്തിൽ നമ്മൾ എന്താ കണ്ടെത്തിയത്? നമ്മുടെ കർത്താവിൻ്റെ തിരുമേനി തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ തിരുമേനി തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് അവിടെ. അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാണ് നമ്മൾ കാണുന്നത്. ഭയാനകമായൊരു കാഴ്ചയാണ്. ഉയരത്തിലെ കോപാഗ്നി മുഴുവനും ബലിപീഠത്തിലേക്ക് വന്നു. ഉയരത്തിലെ കോപാഗ്നിയാണ് അവിടെ വന്ന് വീണത്. ആ കാഴ്ച കണ്ട് ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ച് സറണ്ടർ ചെയ്യപ്പെട്ട, സമർപ്പിക്കപ്പെട്ട് വന്ന നമ്മോടാ പറയുന്നത്, നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. അപ്പോൾ ആ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല, അത് പറഞ്ഞില്ല. അതവിടെ പറയേണ്ട കാര്യമില്ലെന്നേ. നമ്മൾ പാപത്തിൻ്റെ പടുകുഴി കിടന്നപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുത്ത് രക്ഷിക്കുകയാണ് ചെയ്തത്. ഒരു കണ്ടീഷനും വെച്ചില്ല. നീ എന്നെ കർത്താവായിട്ട് അംഗീകരിക്കുമോ? അതാണ് റോമർ 10:9. നീ എന്നെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ലെന്നേ. അത് പറയുന്നത് എവിടെയാ? ഈ താമ്രത്തൊട്ടിയുടെ അടുക്ക വരുമ്പോഴാണ്, അതായത് വിശ്വാസ സ്നാനത്തിന് വരുമ്പോഴാണ് ആ കാര്യം പറയുന്നത്. അപ്പോൾ യാഗപീഠത്തിൽ നമ്മൾ കണ്ടെത്തിയത് രക്ഷകനെയാന്ന് പറഞ്ഞു. അപ്പോൾ താമ്രത്തൊട്ടിയിലേക്ക് വരുമ്പോൾ വിശ്വാസ സ്നാനത്തിലേക്ക് വരികയാണ്. അവിടെ നമ്മളപ്പോൾ ആരെയാണ് കണ്ടെത്തുന്നത്? ക്രിസ്തുവിന് കർത്തൃത്വം കൈമാറുന്ന ഇടമാണ് അവിടെ. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും ക്രിസ്തുവിനെ കർത്താവെന്ന് പറയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ രക്ഷകനെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തിയായി നടക്കുന്ന നിമിഷങ്ങളാണത്. അവിടെയാണ് നമുക്ക് പാപബോധം വന്ന് നമ്മൾ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞല്ലോ. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുകയാണ്. നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ് അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്ന്, അനുദിന ജീവിതത്തിൽ ആ സമർപ്പണത്തിലായിരിക്കണമെന്ന്. അതിനോട് ചേർത്ത് വെച്ചാണ് റോമർ 12:1-2 പറഞ്ഞത്, നമ്മുടെ ശരീരം ബലിപീഠത്തിലായിരിക്കണം. നമ്മുടെ ശരീരം ബലിപീഠത്തിലായിരിക്കണം. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ കുറച്ച് വിശദീകരണം അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കമ്പി വാചകങ്ങളിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോയി. മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കർത്താവ് അനുവദിച്ച അടുത്ത ആഴ്ച ഞാൻ ലേവ്യ പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറയണമെന്നുണ്ട്. അതിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം പറയാം. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ താമ്രത്തൊട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്ന കാര്യം എന്താ? യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെയാണ്. കർത്താവിനെ കണ്ടെത്തുകയാണ്. അവിടെയാണ് ക്രൂശ് എടുക്കുന്ന കാര്യവും നുകത്തിൻ കീഴിലേക്ക് വരുന്ന കാര്യവും നമ്മൾ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയൊക്കെ കണ്ടെത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ അവിടെയാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടീഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ യെസ്, അവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഈ യാഗപീഠത്തിൻ്റെ എവിടെയോ ഒരു കണ്ടീഷനുമില്ല. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനോടും ഒരു കണ്ടീഷനും പറയുന്നില്ലെന്നേ. അലക്കിയിട്ട് വാ, കുളിച്ചിട്ട് വാ, നേരം വെളുക്കുമ്പോൾ വാ, അല്ലെ സന്ധിക്ക് വാ, അങ്ങനത്തെ ഒരിടപാടുമില്ല, ഒന്നുമില്ല. നമ്മൾ ഏതവസ്ഥയിൽ എവിടെയായിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് രക്ഷകനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ രക്ഷകൻ അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുത്ത് ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവരും. നമ്മെ കഴുകും, നമ്മെ വെടിപ്പോടെ നിർത്തും. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധ്യമാണ്, നിന്നെ രക്ഷിച്ചവനോട് ചേരുവാൻ നിനക്ക് ആഗ്രഹമില്ല എന്നൊരു ചോദ്യമാണ്. നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവും നിർബന്ധിക്കില്ല. അല്ല, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണ്ടേ? അത് സ്നാനപ്പെടാനായിട്ടുള്ള ബോധ്യം തരുമെന്നേ. നിന്റെ സ്വതന്ത്രമായ ഇച്ഛയുടെ മേൽ കർത്താവ് കടന്നു കയറില്ല. താങ്കളുടെ ഫ്രീ വില്ല് ഫ്രീസ് ചെയ്തിട്ടില്ല. അതിലേക്ക് ഒരിക്കലും കടന്നു കയറില്ല. നിങ്ങൾക്ക് കാര്യങ്ങളെ ബോധ്യമായെങ്കിൽ എന്താ ബോധ്യമായത്? ഒരുവൻ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ബലിപീഠത്തിലേക്ക് നടന്നു കയറിയെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നു കയറിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മെ സ്നേഹിച്ചാണ് അവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണിറങ്ങി വന്നത്. അതാണ് ബത്ലഹേം, ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്ന് നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് ഈ ക്രൂശിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? അവിടെ ദൈവസ്നേഹമല്ല കാണുന്നത്, പിന്നെ എന്താ? അല്ല, പാട്ടുകാരൻ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കാം, അതിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അവിടെ നമ്മൾ കാണുന്ന കൃപയാണ്. കൃപ എനിക്ക് പകരക്കാരനായി ഒരുവൻ അവിടെ ബലിയായി തീർന്ന കാര്യം, അതാണ് കൃപയെന്ന് പറയുന്നത്. അതായത് എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഞാൻ ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, അതാണ് കൃപയെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോകേണ്ട പാപിയായ ഞാൻ ഇന്ന് കൃപയാൽ ഉറപ്പുള്ള പാറമേൽ നിൽക്കുകയാണ്. അതിന് ഞാൻ യോഗ്യനല്ല.
അങ്ങനെ നിൽക്കുന്ന ആ നിൽപ്പിലാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, നിന്നെ രക്ഷിച്ചവനോട് ചേരുവാൻ മനസ്സുണ്ടോന്ന്. റിബേക്കയോട് എന്താ ചോദിച്ചത്? നിനക്ക് ഈ പുരുഷൻ്റെ കൂടെ പോകുവാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചത്. തൽക്ഷണം പറഞ്ഞു, യെസ്, ഞാൻ ഇവനോട് കൂടെ പോവുകയാന്ന്. കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, എന്നിട്ട് പറയുക ഞാൻ ഇവനോട് കൂടെ പോവുകയാന്ന്. അതാണ് നടത്തിപ്പെന്ന് പറയുന്നത്. നടത്തിപ്പെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരുവൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അവൻ ആ ഭയരഹിതമായ അനുഭവത്തിലേക്ക് വരികയാണ്. അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നുരഞ്ഞു പൊന്തുകയാണ്. അവൻ്റെ ഉള്ളം വെമ്പുകയാണ്. എന്നെ രക്ഷിച്ചവനോട് എനിക്ക് ചേരണം. ചുമ്മാ അങ്ങ് ചേരാനൊന്നും പറഞ്ഞു നോക്കില്ല, നമ്മെ തന്നെ ഒരു യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ യാഗത്തിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ പഠിക്കണം. ലേവ്യ പുസ്തകത്തിലൊക്കെ പോകേണ്ടതുണ്ട്. യാഗത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കും അതിൻ്റെ ഗൗരവത്തിലേക്കും വരണം. ഞാൻ അത്രയൊന്നും പോകുന്നില്ല, അത് ഗൗരവമായ കാര്യമാണ്. അവിടെയാണ് ഒരു ഉപദേശി പറഞ്ഞ കാര്യങ്ങളെ ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അതായത് പുള്ളി പറയുന്നത്, അപ്പോസ്തലന്മാർ പറഞ്ഞത്രേ യെരുശലേം കൗൺസിലിൽ ഭാരമുള്ളതൊന്നും ആരുടെ മേലും വെക്കരുത്, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ അപ്പോസ്തലന്മാരൊന്നും പറഞ്ഞിട്ടില്ല. ഈ മലയാളി പെന്തിക്കോസ് എന്ന് പറയുന്നൊരു പെന്തിക്കോസ് ഉണ്ട്. എൻ്റെ ദൈവമേ, ഇതുപോലൊരു കുരുത്തം കെട്ട പെന്തിക്കോസ്. ചുമ്മാ ഇരിക്കുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെയൊക്കെ അവർ ജോയി ആലുക്കാസിൽ പോകുന്നത് തടയുന്നു, വേറെ ഏതോ ആലുക്കാസിൽ പോകുന്നതിനെയൊക്കെ തടയുന്നു. ഈ പെന്തിക്കോസ് പാസ്റ്റർമാർക്ക് ഒരു പണിയില്ലെന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങേരുടെ അജ്ഞതയോർത്ത് സഹതാപം തോന്നുക. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വ്യക്തി വചനം കൃത്യമായി വ്യാഖ്യാനിക്കാതെയോ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നല്ലാതെ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യില്ല. ഈ ലോകത്തിലുള്ള പാസ്റ്റർമാരെല്ലാവരും പ്രസംഗിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന എല്ലാം പക്കായായിട്ടാകണമെന്നില്ല, തെറ്റിപ്പോവാം, എല്ലാവർക്കും തെറ്റാം. പക്ഷെ ഇപ്പോൾ ഒരു ഉപദേശിയുടെ കാര്യം നമ്മൾ പറയാൻ കാരണം എന്നാ? അത് അങ്ങനെ തെറ്റിപ്പോകുന്ന കാര്യമൊന്നുമല്ലെന്നേ. പെന്തിക്കോസുകാരുടെ തലയിൽ തേങ്ങ ഉടയ്ക്കാൻ പുള്ളി സമയവും സാവകാശം നോക്കി നടക്കുകയാണ്. അതിനിടയിൽ അഹങ്കാരം മൂത്തങ്ങ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണത്. ആ ശബ്ദം നേരിട്ട് നിങ്ങൾ കേൾക്കുകയായിരുന്നെ അഹങ്കാരത്തിൻ്റെ പാരമ്യം മനസ്സിലായേനെ. ഭയങ്കര ആധികാരികമായിട്ടാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഇങ്ങനെയാണല്ലോ എന്ന്. എന്താ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം? എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന് ധിക്കരിച്ചുകൊണ്ടാണോ മലയാളക്കരയിലെ പെന്തിക്കോസിലെ ഭക്തന്മാർ ഒരു കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതത്തിലേക്ക് വന്നത്? അവർ ബാഹ്യാലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. മീൻസ് എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. സമർപ്പണത്തിലേക്ക് വന്നു. ആ സമർപ്പിത ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചു. അവരെല്ലാം മണ്ടന്മാരെന്ന് പറയാൻ പറ്റുമോ? മണ്ടന്മാരെന്ന് പറയുന്ന ഉള്ളിൽ ലോക മണ്ടത്തരമാണ് പറഞ്ഞത്. അതാ ഞാൻ ഈ വഞ്ചനയാണെന്ന് പറയുന്നത്. ഇവരെല്ലാം ആളുകളെ ബിരുദ തെറ്റിക്കുന്നവന്മാരാന്നേ. ഈ വലിയ കേമത്തരം പ്രസംഗിച്ച് യൂട്യൂബിൽ പ്രസംഗമൊക്കെ കൊണ്ടുവരും, എന്നിട്ട് ജനത്തെ വഞ്ചിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് ഓടിച്ചു പറയാം, വേഗം വാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം എന്ന് പറയുന്ന ഈ അധ്യായത്തിന് വളരെ പ്രസക്തിയുള്ളൊരു അധ്യായമാണ്. ഇതാണ് ആദ്യത്തെ യെരുശലേം കൗൺസിൽ കൂടിയ അധ്യായം. ആ കൗൺസിൽ കൂടാനുണ്ടായ സാഹചര്യം, ആ സാഹചര്യം വെച്ചാണല്ലോ ആ ഉപദേശി ഇപ്പോൾ പറഞ്ഞത്. നമ്മളതിനെ വേറിട്ട നിലയിലാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. 15-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. യെരുശലേമിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ചുറ്റോട് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കടന്നുപോയി. വിശേഷാൽ ഗലാത്തിയിലും അന്ത്യോക്യയിലും ഒക്കെ കടന്നു വന്ന് അവിടെയൊക്കെയുള്ള ആളുകളെ അവർ ഉപദേശിക്കുകയാണ്. മോശ കൽപ്പിച്ച ആചാര മര്യാദകളെല്ലാം പാലിക്കണം, വിശേഷാൽ പരിച്ഛേദന ഏൽക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള രക്ഷ അനുഭവിക്കാൻ കഴിയൂ എന്നുള്ള സൂചനയാണ് അവർ കൊടുക്കുന്നത്. അതായത് പരിച്ഛേദനയേറ്റ് യഹൂദാ സംവിധാനത്തോട് ചേർന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും വിശ്വസിച്ച് അങ്ങനെ വന്നു കഴിയുമ്പോൾ രക്ഷ കിട്ടും എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടുവരുന്നത്. അത് പൗലോസിനും ബർന്നബാസിനും അലോസരം ഉണ്ടാക്കി. തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെ ഈ കാര്യങ്ങൾ അവർ യെരുശലേമിലെ അപ്പോസ്തലന്മാരെ ധരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇവിടെ കലുഷിതമാകുകയാണ് കാര്യങ്ങൾ, എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അവരെ ആ കാര്യങ്ങളെ അറിയിച്ചു. അങ്ങനെ അപ്പോസ്തലന്മാർ ഇവരെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒന്നാമത്തെ സുന്നകദോസ് അവിടെ കൂടുകയാണ്. അതായത് സിനഡ് കൂടുകയാണ്. സിനഡ് കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നാൽ പരീക്ഷ പക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവർ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു.
അതായത് പരീക്ഷ പക്ഷത്തു നിന്ന് വന്ന പുള്ളികൾ അവരുടെ സജഷൻ എന്താണ്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ മോശയെ നമുക്ക് കളയാൻ പറ്റില്ല. മോശയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പിതാവായ അബ്രഹാമിലൂടെ ലഭിക്കപ്പെട്ട പരിച്ഛേദന എന്ന് പറയുന്ന കാര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ പരിച്ഛേദനയൊക്കെ ഏക്കണം, പരിച്ഛേദന ഏറ്റ് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് എഴുന്നേറ്റ് നിന്നു. പത്രോസ് സംസാരിച്ചു തുടങ്ങിയാണ്. അത് അതിന് തൊട്ടടുത്തുള്ള വാക്യം 7-ാം വാക്യത്തിലാണ്. യെസ്, പത്രോസ് സംസാരിച്ചു തുടങ്ങുന്ന 7-ാം വാക്യം മുതലാണ്. അതായത് അടുത്തൊരു പാരഗ്രാഫ് അവിടെ കാണുന്നത്, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ വാക്യത്തിൽ ഗൗരവമായൊരു കാര്യമുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. അതായത് പത്രോസിൻ്റെ സുവിശേഷ ഘോഷണ നിമിത്തം അങ്ങനെ കേൾക്കുന്ന ആ സുവിശേഷം ജാതികൾ കേട്ടു വിശ്വസിച്ച് രക്ഷാനുഭവത്തിലേക്ക് വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അപ്പോൾ സുവിശേഷം പ്രസംഗിച്ചാൽ അവിടെ രക്ഷയുണ്ടെന്നുള്ളതല്ലേ അർത്ഥം? അതാണ് പത്രോസ് വിശദീകരിക്കുന്നത്. അതൊക്കെ വിശദീകരിച്ച് താഴേക്ക് വന്ന് കൊർന്നല്യോസിൻ്റെ വീട്ടിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പത്രോസ് പറയുന്നുണ്ട്, സൂചനകളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അതായത് യഹൂദന്മാരായ നാം വിശ്വസിക്കുന്നത് എന്താ? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നാണ്. അതേ കാര്യം തന്നെ ജാതികളും വിശ്വസിക്കുന്നു, അവരും രക്ഷയിലേക്ക് കടന്നു വരികയാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് അവിടെ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച മഹാകാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. അത് കഴിഞ്ഞിട്ട് യെരുശലേം സഭയുടെ അധ്യക്ഷനായ യാക്കോബ് അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ് അല്ല കേട്ടോ. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ് 12-ാം അധ്യായത്തിൽ റോമൻ വാളുകളാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ യാക്കോബ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബാണ്. ഓക്കെ, അങ്ങനെ യാക്കോബ് കുറേ കാര്യങ്ങളെ വിശദമായിട്ട് പറയുകയാണ്. അതായത് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞ് അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പറയുകയാണ്, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്വത്തിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അതായത് മോശയുടെ പ്രമാണം ശബതതോറും സിനഗോഗുകളിൽ വായിക്കുന്ന ഒരു ഇടപാടുണ്ട് അവർക്ക്. ഈ സിനഗോഗുകളെ ചുറ്റിപ്പറ്റിയാണ് സുവിശേഷ ഘോഷണം നടക്കുന്നത്. അതിനകത്തു നിന്നാണ് ജനം വിശ്വാസത്താൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ആളുകളെ അസഹ്യപ്പെടുത്താതിരിക്കാൻ യഹൂദന്മാരുടെ ഒരു സമ്പ്രദായമാണത്. ബാഹ്യ ശുദ്ധീകരണത്തിന് യഹൂദന്മാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ബാഹ്യ ശുദ്ധീകരണത്തിന് അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർ ഗൗരവം കൊടുക്കുന്നവരാണെന്നുള്ളതിൻ്റെ തെളിവാണ് തുപ്പട്ടി ഇറങ്ങി വന്നപ്പോൾ പത്രോസ് അത് മുറിച്ച് തിന്നാൻ പറഞ്ഞപ്പോൾ പത്രോസ് പിൻവലിഞ്ഞത്. എന്നുവെച്ചാൽ ഒരു യഹൂദൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് അവരെ ഭരിക്കുന്ന കാര്യം. അപ്പോൾ ക്രിസ്തീയ സഭയുടെ തുടക്ക സമയമാണിത്, ആരംഭ സമയമാണ്. ബാലാരിഷ്ടതകളുണ്ട്. യഹൂദ സമ്പ്രദായങ്ങൾ ഇന്നലെ വരെ പാലിച്ചിരുന്ന മനുഷ്യരാണ് അവർ. ആ സമ്പ്രദായങ്ങളെല്ലാം യഹോവയായ ദൈവത്താൽ തന്നെ ലഭിക്കപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാതെ വേറെ എവിടെന്നെങ്കിലും കിട്ടിയ കാര്യങ്ങളല്ല. ആ കാരണത്താൽ അവരുടെ ഉള്ളിൽ ഈ സന്ദേഹങ്ങളുണ്ട്. മോശയൊക്കെ തള്ളാൻ പറ്റുമോ? ന്യായപ്രമാണത്തെ മുഴുവൻ തള്ളണോ? മുഴുവൻ വിശ്വാസത്താലാണോ? ഇങ്ങനെയൊക്കെയുള്ള വടംവലികൾ അവരുടെ ഉള്ളിലുണ്ട്. ആ വടംവലികളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നവരെ ഉറപ്പിക്കാനാണ് അപ്പോസ്തലന്മാർ സമയം ചെലവഴിച്ചത്. പൗലോസും ബർന്നബാസൊക്കെ ആ കാര്യത്തിൽ അവരെ ഉത്സാഹിപ്പിച്ചു ഓരോരോ ദിക്കുകളിൽ. അപ്പോൾ യാക്കോബ് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 28-ാം വാക്യം വായിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസമുട്ടി ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന്. ശുഭമായിരിക്കണമെങ്കിൽ ദൈവവചനം നന്നായിട്ട് പഠിക്കണം. ബോധമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് പോയാൽ നട്ടം നമുക്ക് തന്നെയായിരിക്കും. ഓരോരുത്തർ അവരവരുടെ ബുദ്ധിയിൽ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ നിങ്ങൾ എന്താ കേട്ടത്? രതീഷ് എന്താ വായിച്ച് കേൾപ്പിച്ചത്? ഒരു മനുഷ്യൻ പ്രസ്താവിച്ച കാര്യത്തെ രതീഷ് വായിച്ച് കേൾപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ എന്താ പറഞ്ഞത്?
വളരെ കാലങ്ങളായിട്ട് താൻ ശുശ്രൂഷയിലായിരിക്കുന്നു. താൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആളുകൾ വിശ്വാസ വഴിയിലേക്ക് വന്നപ്പോൾ ആ ആളുകളെ ഒന്നും ഈ ആഭരണധാരണ വിഷയം പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. താൻ അതിനെ അനുവദിക്കാറാണ് പതിവ്, അല്ലാതെ അതിന് വിരോധമായിട്ടൊന്നും ഞാൻ എങ്ങും പറയാറില്ല. അന്നും ഇന്നും എന്നും എൻ്റെ ബോധ്യം അതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലന്മാരെ പുള്ളി കൂട്ടുപിടിച്ചു 15-ാം അധ്യായത്തിൽ നിന്ന്. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഞാനിത് എത്രയോ പാസ്റ്റർമാരും ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുള്ള ആളാണെന്നറിയാവോ. സഹതാപം തോന്നിയിട്ടുണ്ട്, സഹതാപം. ബാക്കി പെന്തിക്കോസൊക്കെ ആളുകളുടെ മുതുകത്ത് ഭാരം വെക്കുക എന്നാണ് ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളൊരു ഭാരം വെക്കുക എന്ന്. ദൈവവചനത്തിൻ്റെ ABCD അറിഞ്ഞിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ഇവിടെ 15-ാം അധ്യായം തുടങ്ങുമ്പോൾ എന്താ നമ്മൾ കണ്ടത്? അതായത് രക്ഷയോടുള്ള ബന്ധത്തിൽ പരിച്ഛേദന ഏൽക്കണമെന്നുള്ള ന്യായപ്രമാണത്തിൻ്റെ ഒരു ഭാരം ജനത്തിന് മേലിടുകയാണ് അവിടെ. രക്ഷ എന്ന് പറയുന്നത് തികച്ച സൗജന്യമാണ്. കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കപ്പെടേണ്ട ഒന്നാണ് രക്ഷ. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാനിവിടെ സ്നാനവും ആഭരണമൊന്നും അല്ല പറയുന്നത്, രക്ഷ. ആ രക്ഷ എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു വ്യക്തി വിശ്വാസത്താൽ കരസ്ഥമാക്കേണ്ടതാണ്. അതിന് പകരം ഇപ്പോൾ ഒരു പഠനം വന്നിരിക്കുകയാണ്, പരിച്ഛേദന ഏൽക്കണം, യഹൂദ മര്യാദകൾ പാലിക്കണം. യഹൂദ മര്യാദ അനുസരിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ, ഒത്തിരി ഇടപാടുകളുണ്ട്. അതൊക്കെ പാലിച്ച് മുന്നോട്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ പൗലോസിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ ബെഞ്ചിലെ ഈ വിഷയം കൊണ്ടുവരുന്നത്. അപ്പോസ്തലന്മാരുടെ ബെഞ്ച് അത് ഏറ്റെടുത്തു, ചർച്ചയ്ക്ക് വെച്ചു, അഭിപ്രായങ്ങൾ വന്നു, പത്രോസും യാക്കോബും ഒക്കെ സംസാരിച്ചു. അതിൻ്റെ ഒടുക്കമാണ് പറഞ്ഞത്, ഈ ഭാരമൊന്നും ജാതികളിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ മേൽ വെക്കരുത് എന്നാണ് പറയുന്നത്. ഒരു ഭാരം ആളുകളുടെ മേൽ വെക്കരുത്. രക്ഷയിലാണ് കേട്ടോ, രക്ഷയിൽ ഒരു ഭാരവും വെക്കരുതെന്ന്. യാഗപീഠം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുക, ക്രൂശ്, സുവിശേഷം, അവിടെ ഒരു ഭാരം ആരുടെ മേലും വെക്കരുതെന്ന്. പരിച്ഛേദന കേൾക്കണമെന്നോ, അല്ലെങ്കിൽ തലകുത്തി നിൽക്കണമെന്നോ, അല്ലെങ്കിൽ ഉരുള് നേർച്ച നടത്തണമെന്നോ, അല്ലെങ്കിൽ മല കയറണമെന്നോ ഒരു ഭാരം ആരുടെ മേലും വെക്കരുത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെന്ന് ഒരുവൻ്റെ സ്വരമാണ്. അവരെ എങ്ങോട്ടാണ് സ്വാഗതം ചെയ്തത്? ക്രൂശിങ്കിലേക്കാണ്, ഈ ബലിപീഠത്തെങ്കിലേക്കാണ് ജനത്തെ സ്വാഗതം ചെയ്തത്. ആ ബലിപീഠത്തിൻ്റെ കാഴ്ച അഥവാ ക്രൂശിൻ്റെ ദർശനമാണ് ജനം പ്രാപിക്കുന്നത്. അവിടെ ഒരു ഭാരവും വെച്ചിട്ടില്ലെന്നേ. മലയാളി പെന്തിക്കോസ് ആരുടെ തലയിൽ, മലയാളി പെന്തിക്കോസ് ആരുടെ മുതുകത്ത് ഭാരം വെച്ചെന്നാണ് ഈ പുള്ളിക്കാരന്മാർ പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസിൻ്റെ പാസ്റ്റർമാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി കേമന്മാരുണ്ട്. നമ്മുടെ തങ്കു താരുവോ നമ്മുടെ തങ്കു താരു, പിന്നെ ആരാ, ടിനു, അങ്ങനെ ഒത്തിരി പുള്ളികളുണ്ട്. ഒരുത്തിന് ഇതിൻ്റെ ഒന്നും ആഴം മനസ്സിലായിട്ടില്ലെന്നേ. ഇതിൻ്റെ ആഴം മനസ്സിലായിട്ടില്ല. നമ്മളിവിടെ എന്തെങ്കിലും ഭാരം വെച്ചോ? രക്ഷയിൽ എന്ത് ഭാരം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സഹോദരന് പോലും രക്ഷയിലേക്ക് വരാം. അവൻ്റെ മുമ്പിൽ ഒരു കണ്ടീഷനും വെക്കുന്നില്ല, ഒരു ഭാരം അവൻ്റെ മേൽ വെക്കുന്നില്ല. എന്നാ ഭാരം വെക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്നത്? ഈ സഹോദരനെ കാണുമ്പോൾ എനിക്ക് ഒരു അലോസരമില്ല. ഇവൻ്റെ മുതുകത്ത് ഇനിയൊരു ഭാരം വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവനെ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് എനിക്കൊരു പ്ലാനുമില്ല. ഈ വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി സുവിശേഷം കേട്ട് വിശ്വാസ വഴിയിലേക്ക് വരാം, ഒരു തർക്കവുമില്ല. ഈ സഹോദരിയുടെ കോലം നിങ്ങൾ കണ്ടില്ലേ? ഈ സഹോദരിക്കൊക്കെ വിശ്വാസ വഴിയിലേക്ക് വരാം. ഇവരുടെ ഒന്നും മുതുകത്ത് ഒരു ഭാരം വെക്കാൻ എനിക്കൊരു പ്ലാനുമില്ല, ഞാനൊരു ഭാരവും വെക്കുന്നില്ല. എന്തോന്ന് ഭാരം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവരുടെ മുതുകത്ത് നമ്മൾ എന്തെങ്കിലും ഭാരം വെക്കുന്നുണ്ടോ? അവർ ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കണം. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവർ അനുഭവിക്കണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ രക്ഷിച്ചവനോട് ചേരാൻ സ്നാനമേൽക്കാൻ വരുമ്പോൾ പാസ്റ്ററുടെ സ്വഭാവം എന്തായിരിക്കും? പാസ്റ്ററുടെ സ്വഭാവം നിങ്ങൾ കാണും. അതെന്താ? അപ്പോൾ പാസ്റ്റർ 1 by 1 ആയിട്ട് കാര്യങ്ങൾ അങ്ങ് വെക്കും. റോമാലേഖനം 12:1-2 നിന്റെ ശരീരം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം, സമ്പൂർണ്ണ സമർപ്പണമായിരിക്കണം, നീ സെയിൽ ഡീഡിൽ ഒപ്പിടണം പ്രിയനെ എന്ന് പറയും. സെയിൽ ഡീഡിലെ തീറാധാരത്തിൽ ഒപ്പിടണമെന്ന്. തീറാധാരത്തിലോ? യെസ്. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, ഈ ശരീരം എൻ്റെയല്ല, ഒരുവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മുഴുവിലയും കൊടുത്ത് എന്നെ വാങ്ങി. ഇതിനകത്തിന് ഒരു പരിപാടിയും പറ്റില്ലെന്നേ, യാതൊരു പരിപാടിയും പറ്റില്ല. നിങ്ങളെന്തിനതേ സ്നാനപ്പെടണേ? നിങ്ങളെ ആരാ സ്നാനപ്പെടണമെന്ന് നിർബന്ധിക്കുന്നേ? നിങ്ങൾ സ്നാനപ്പെടുന്നതല്ലേ കുഴപ്പം. നിങ്ങളങ്ങ് രക്ഷിക്കപ്പെട്ടിട്ട് അങ്ങനെ അങ്ങ് പൊക്കോ, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയാൻ വരില്ല.
അനുദിനം ക്രൂശ് എടുക്കണമെന്നോ നുഖത്തിൻ്റെ കീഴിൽ വരണമെന്നോ ഇടുക്കുവാതിലോ ഞെരുക്കമുള്ളതോ ഒരു ഇടുക്കുവാതിലും ഒരു ഞെരുക്കമുള്ളതൊന്നും ആരും പറയാനില്ല. നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം. അല്ല, ദൈവസഭയുടെ ഭാഗമാകണമെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല. അത് കെട്ടിയടച്ച തോട്ടമാണ്, കെട്ടിയടച്ച തോട്ടം. അതിനകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. അവിടെ ഒരു തത്വം അനുസരിച്ചാണ് അത് ചലിക്കുന്നത്. അതിനകത്തൊരു സിസ്റ്റം ഉണ്ടെന്നേ. ദൈവരാജ്യത്തിലൊരു സിസ്റ്റം ഉണ്ടല്ലോ. ദൈവരാജ്യത്തിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ചേ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ. ഇപ്പം കണ്ട ആ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അവർക്കൊക്കെ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വരാം. അവരൊന്നും ആരും അലോസരപ്പെടുത്തില്ല. ഒരു ഭാരം അവരുടെ മുതുകത്ത് വെക്കില്ല. ഈ ഉദയജി പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഭാരം വയ്ക്കാൻ പോകുന്നുണ്ടോ? രക്ഷകനെ കണ്ടെത്തിയതിന് ശേഷം സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് അവരോട് പറയുക, ഇതൊക്കെ നമുക്ക് വേണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ കെട്ടിപ്പിടിച്ചിരുന്നോ. അപ്പോൾ സ്നാനപ്പെടണം എന്ന് വെച്ചാൽ സ്നാനപ്പെടണമെങ്കിൽ കോട്ടയത്തേക്ക് പോവുക, തങ്കൂൻ്റെ താരൂൻ്റെ അടുക്ക പോയി സ്നാനപ്പെടുക. കർത്താവിൻ്റെ അഭിഷിക്തന്മാരൊന്നും നിന്നെയൊന്നും സ്നാനപ്പെടുത്തില്ല. ആ കാണുന്ന കോലത്തിലോ, ആ കോലത്തിൽ എങ്ങനെ സ്നാനപ്പെടുത്താനാ? വലിയ പാടാ. അപ്പോൾ വേറെ ചിലർ പറഞ്ഞുകൊണ്ട് വരുന്നത് പാസ്റ്റർ ഒരു നൂല് മാത്രമേ ഉള്ളൂ എന്ന്. ഏത് ഒരു നൂലേ? ഒരു 100 ഗ്രാമിൻ്റെ ഒരു നൂല് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, 100 ഗ്രാമിൻ്റെ നൂലും ഇപ്പം കണ്ട ആ സഹോദരനും ഇത് തമ്മിൽ എന്നെ അന്തരം. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച അത് വിശദീകരിക്കാം. ഇനി ഗൗരവമായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എങ്ങും എത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്താൽ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചു. നല്ലൊരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റിയില്ല. സാരമില്ല, കർത്താവ് അനുവദിച്ചാൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആ യാഗപീഠത്തിൽ നമ്മൾ രക്ഷകനെയാണ് കണ്ടെത്തിയത്. അവിടെ ഒരു കണ്ടീഷനും ഇല്ല. അവിടെയാണ് 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ നിന്ന് നുഴഞ്ഞു വന്നവർ പറഞ്ഞത് പരിച്ഛേദനയാക്കണമെന്നൊക്കെ. രക്ഷയ്ക്ക് പരിച്ഛേദനയാക്കണമെന്ന്. അപ്പോഴാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് യാതൊരു ഭാരം ആരുടെ മേലും ഇടരുത്. പിന്നെ നമ്മുടെ യഹൂദ മര്യാദ അനുസരിച്ച് ദോഷമില്ലാത്തൊരു കാര്യമാണ്. അതായത് മൃഗങ്ങളെയൊക്കെ അറുത്ത് ഭക്ഷിക്കുക, അതിൻ്റെ രക്തം ഭക്ഷിക്കരുത്. പിന്നെ എന്നാ മറ്റ് ഫോർണിക്കേഷൻ അഥവാ പരസംഗം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. വിഗ്രഹാർപ്പിതങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചേക്കുക. അതല്ലാതെ മറ്റ് ഭാരങ്ങളൊന്നും വെക്കരുതെന്നാണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ ഇവർ എവിടെയാണ് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുന്നത് നിങ്ങൾ നോക്കുക. ഉപദേശങ്ങളെ മറിക്കുന്നു. പരിശുദ്ധാത്മാവ് ജനത്തെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മറിച്ച് കളയാണ്. ഓരോരുത്തർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി കുറേ കഴിയുമ്പോൾ അവർക്ക് പ്രസിദ്ധി ലഭിക്കും. പ്രസിദ്ധി ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് വായി തോന്നുന്ന പോലെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അവർക്ക് വായി തോന്നിയത് പോലെ അവർ കാര്യങ്ങളെ പറയുകയാണ്. അവിടെയാണ് നമ്മൾ തിരുത്തൽ പറയുന്നത്. തിരുത്തലാണ് പറയുന്നത്, ഗൗരവമായ തിരുത്തലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആരുടെയും പുറത്ത് ഭാരം വയ്ക്കുന്നില്ല. രക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഭാരവുമില്ല. വിശ്വാസ സ്നാനത്തിലേക്ക് വരുമ്പോഴാണ് 1 by 1 ആയിട്ട് കാര്യങ്ങളെ പറയുന്നത്. 1 by 1 ആയിട്ട് കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ ഈ കണ്ട പിക്ചറുകളൊക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പോകാം. ആ ഉപദേശി പറഞ്ഞ ആശയത്തെ നമ്മളിവിടെ റദ്ദ് ചെയ്യുകയാണ്. അത് വചനപ്രകാരം നിൽക്കുന്ന ഒരു ആശയമല്ല. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറയുന്ന രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അവിടെ സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സമർപ്പിത ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പഠിപ്പിക്കുന്നില്ല. അതൊന്നും അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറയുന്നില്ല എന്ന് നമ്മൾ തീർത്തങ്ങ് പറയുകയാണ്. അപ്പോൾ അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ആളുകൾ വഞ്ചിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഓരോരുത്തർ വഴിതെറ്റി നവീന ഉപദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. സഹോദരങ്ങളെ, മലയാളക്കരയിൽ നമ്മുടെ പൂർവന്മാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്താൽ ലഭിക്കപ്പെട്ട ഒത്തിരി നല്ല ബോധ്യങ്ങളുണ്ട്, നല്ല കീഴ്വഴക്കങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്നു കിട്ടുന്നത്. ഇതുപോലെ ഇതിലും ആഴത്തിലൊക്കെ പൂർവന്മാർക്ക് വചനം വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടാണ് അവർ ഇടംബലം നോക്കാതെ എന്ന് ഇറങ്ങിത്തിരിച്ചത്. മണ്ടന്മാരായതുകൊണ്ടല്ല. നമ്മളിന്ന് അതിബുദ്ധിമാന്മാർ ചമയരുത്. നമ്മളെല്ലാവരും പരിഹസിക്കാനും നിന്ദിക്കാനും അങ്ങനെ വാക്കിയുണ്ടോ ഇങ്ങനെ വാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ, മിസ്റ്റർ ഉപദേശി, താങ്കൾക്ക് എല്ലാം മനസ്സിലായിട്ടില്ലെന്നേ. താങ്കൾ സർവജ്ഞപീഠം കയറിയെന്നൊക്കെ ചിന്തിക്കല്ലേ. താങ്കളെക്കാളും അറിവും ജ്ഞാനവും വിവേകവും വെളിപ്പാടുമുള്ള എത്രയോ ദൈവദാസന്മാർ മലയാളക്കരയിലുണ്ട്. മലയാളക്കരയിലുള്ള പെന്തിക്കോസുകാരെ അങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. എല്ലാവരും മണ്ടന്മാരാന്ന് ധരിക്കരുത്. നമ്മളിവിടെ മനസ്സിലാക്കിയതും പ്രാപിച്ചതുമായ കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച കടക്കും, കർത്താവ് അനുവദിച്ചാൽ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.